നിങ്ങൾ എല്ലാവരും സുവോളജി പഠിക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന എത്ര പേരുണ്ടാവും? ഒന്ന് കൈപ്പൊക്കോ. ഫസ്റ്റ് ഇയേഴ്സ്, ഓക്കെ ഫൈൻ. സെക്കൻഡ്, ഓക്കെ. തേർഡ്, ഓക്കെ. വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നു? പി ജി ഉണ്ട്. പി ജി ആരല്ല? ഓ യെസ്, ഗുഡ്. ഓക്കെ. അപ്പോൾ എല്ലാവരും സുവോളജി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്താ ഈ സുവോളജി പഠിക്കാൻ തിരഞ്ഞെടുക്കാൻ കാരണം? എന്താവും കാരണം? സുവോളജി ഇഷ്ടമാണ്. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? വൈ സുവോളജി? കാരണം നിങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ സബ്ജക്ട്സുകൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ +1 +2ലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ബയോളജി ഉള്ളൊരു സ്ട്രീം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പാസ്സായിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സുവോളജി പഠിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് സുവോളജി സെലക്ട് ചെയ്തത്? ഓക്കെ. എന്താവും കാരണം? ഞാൻ കേട്ടിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ മതി. ഒന്ന്, കുട്ടികൾ പൊതുവേ പറയാമെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ അല്ലെങ്കിൽ +1 +2ൽ ബയോളജി പഠിപ്പിക്കാൻ നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ പറയണത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ക്ലിക്കാവും. പിന്നെ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് സ്മൂത്തായിട്ട് വരുമായിരുന്നു. അതാണ് ഒരു കാരണമായി പറയാം. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, കണക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. മാത്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്സ് ഇല്ലാത്തൊരു വഴിക്ക് യാത്ര ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പല കാരണങ്ങൾ കുട്ടികൾ പറയാറുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ശ്രമിക്കാൻ പോകുന്നത് ഒരു കേരളവർമ്മ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് തെറ്റാന്ന് എനിക്കറിയാം. വാട്ട് ഈസ് സുവോളജി? അഹങ്കാരമാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുവോളജി എന്താ അറിയാം. പക്ഷേ എൻ്റെ ആർഗ്യുമെൻറ്റ്, ഈ ടോക്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അത് ആദ്യം പറയാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യാൻ ശ്രമിക്കണം എന്താ വെച്ചാൽ, സുവോളജി എന്ന് പറയുന്ന വിഷയം ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണെന്നാണ് പറയാൻ പോകുന്നത്. ഹിസ്റ്ററി പോലെ, സോഷ്യോളജി പോലെ, എക്കണോമിക്സ് പോലെ, സൈക്കോളജി പോലെ ഉള്ള ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ് സുവോളജി എന്നാണ് ഞാൻ വാദിക്കാൻ പോകുന്നത്. ഞാൻ ജയിക്കുമില്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെയും ആലോചിക്കാം. ഇത് നാച്ചുറൽ സയൻസ് തന്നെയാണ്, നാച്ചുറൽ സയൻസ് മാത്രമാണ് എന്ന് നിങ്ങൾക്കും നിലപാടെടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ വഴക്കൂടാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് ശരി, ഞാൻ തോറ്റോ ജയിച്ചോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു വലിയ സുഖം എനിക്ക് ഈ ക്ലാസ് എടുക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സ്കൂളിലും കോളേജിലൊക്കെ ക്ലാസ്സൊക്കെ പോകുമ്പോൾ കുട്ടികൾ പേന പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ള വലിയൊരു സമാധാനമുണ്ട്. കാരണം ഞാനൊരു ടീച്ചറല്ല, ഞാനൊരു സയൻറ്റിസ്റ്റാണ്. പഠിപ്പിക്കുക, ക്ലാസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് പേന പേപ്പറൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവും. അപ്പോൾ ഞാൻ കുറേ കംഫർട്ടബിളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പോവാം. എന്താ സുവോളജി എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതിന് മുന്നേ സുവോളജി എന്താണെന്ന് പറയുമ്പോൾ മറ്റ് സബ്ജക്റ്റുകൾക്കിടയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സുവോളജി പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. മറ്റ് കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ. അത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സയൻസായിട്ട് പറയപ്പെടുന്നത് ഫിസിക്സാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുക, ആറ്റത്തെക്കുറിച്ച് പഠിക്കുക, അതുപോലെ ഏറ്റവും ബിഗർ തിങ്സിനെ കുറിച്ച് പഠിക്കുക. സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ചിട്ട്, ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച്, വൈറ്റ് ഹോൾസിനെ കുറിച്ചിട്ട്, ഗാലക്സീസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന അവരാണ്. അപ്പോൾ ഫിസിക്സാണ് ഒരു ഫണ്ടമെൻ്റൽ സയൻസായിട്ട് എല്ലാവരും കണക്കാക്കും. സത്യത്തിൽ ഫിസിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ ബയോളജി പഠിക്കുന്നവരെ അവർക്ക് ഭയങ്കര പുച്ഛമാണ്. സുവോളജിയൊക്കെ പഠിക്കുന്നവരെ കുറിച്ച് അവർ പറയുന്നത് വെച്ചാൽ സുവോളജി ഒന്നും സയൻസേ അല്ല, അവർ ഈ കവികളുടെയൊക്കെ വേറൊരു രൂപമാണ്. കവികളൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമല്ലോ, പ്രകൃതിയൊക്കെ വർണ്ണിക്കുന്ന പോലെ അവർ അതാ ചെയ്ത്. ആ കിളിയുടെ കൊക്ക് ഇങ്ങനെയാണ്, അതിൻ്റെ ചിറക് ഇങ്ങനെയാണ്, അതിൻ്റെ കളർ ഇതാണെന്നൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സുവോളജിക്കാർ. അത് സയൻസ് അല്ല എന്നാണ് ഫിസിക്സ് ഉള്ളവർ പറയുക. അവർ ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽ സയൻസ് എന്നാണ് അവരുടെ ഒരു ധാരണ. ഇനി അതിന് തൊട്ട് മുകളിലാണ് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് വരിക. കെമിസ്ട്രി പഠിക്കുന്നത് ആറ്റത്തെക്കുറിച്ചല്ല, പക്ഷെ അവർ മോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. അതിന് മേലെയാണ്, അടുത്ത സ്റ്റെപ്പിലാണ് ബയോളജി വരിക. പക്ഷേ ഈ രണ്ട് സബ്ജക്ട്സും വളരെ പ്രധാനമാണ്. ഈ രണ്ട് സബ്ജക്ട്സും ചേർന്നിട്ടാണ് നമ്മൾ ഹാർഡ് സയൻസസ് എന്ന് വിളിക്കുക, ദൃഢശാസ്ത്രങ്ങൾ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ അത്? ഹാർഡ് സയൻസസ് +1 +2 പഠിപ്പിച്ചിട്ടില്ലേ? ഹാർഡ് സയൻസസ്, സോഫ്റ്റ് സയൻസ് എന്നൊക്കെ. ഞാൻ പറയട്ടെ, ഹാർഡ് സയൻസ് എന്ന് പറയും, ഇത് രണ്ട് ഹാർഡ് സയൻസ് എന്ന് പറയാം. ഹാർഡ് സയൻസിന് ഫിസിക്സിനെയും കെമിസ്ട്രീനെയും ഹാർഡ് സയൻസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സബ്ജക്ട്സും രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, ഈ രണ്ട് സബ്ജക്ട്സും പ്രഡിക്റ്റീവ് ആണെന്നുള്ളതാണ്.
നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സിൽ നടക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു റോക്കറ്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് ഡാറ്റ അറിയണമെങ്കിൽ, റോക്കറ്റിൻ്റെ ഭാരം, അതിൻ്റെ ഫ്യൂൽ ലോഡ്, അതിൻ്റെ ഡയറക്ഷനൊക്കെ അറിയണമെങ്കിൽ അത് നമ്മൾ അവിടുന്ന് അയച്ചാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാം പറ്റില്ലേ? അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടൊരു സ്ഥലത്ത് നമുക്കൊരു സാറ്റലൈറ്റൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. പ്രെഡിക്റ്റബിളാണ്. അതുപോലെ കെമിസ്ട്രിയിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് 2 കെമിക്കൽസ് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റും. പ്രെഡിക്റ്റീവാണ്. പക്ഷേ ബയോളജിയിൽ എത്തുമ്പോൾ ഈ പ്രെഡിക്റ്റിവിറ്റി നഷ്ടപ്പെടും. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പഠിച്ചത് ശലഭങ്ങളെ കുറിച്ചിട്ടാണ്. മോസിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. കുറേ വർഷമായി. പക്ഷേ ഇവിടെ ഒരു മോത്ത് വന്നിരുന്നാൽ അടുത്ത നിമിഷം അത് എങ്ങോട്ടാ പറക്കാതെ ചോദിച്ചാൽ ഞാൻ ഹെൽപ്ലെസ്സാണ്. നമുക്ക് ബയോളജിയിൽ അങ്ങനെ ഫിസിക്സിലും കെമിസ്ട്രിയിലും പറയുന്ന പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 സബ്ജക്ട്സിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ ഇല്ലേ, ഏതാത്? E=mc². അത് ഫിസിക്സിൽ അവർ ഈ ഭൂമിയിലെ പ്രധാനപ്പെട്ട ബലങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തീരുമാനിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഫിസിക്സിൻ്റെ പുസ്തകം എടുത്ത് തുറന്നാൽ, കെമിസ്ട്രിയുടെ പുസ്തകം എടുത്ത് തുറന്നാൽ അതിനകത്ത് ധാരാളം ഇക്വേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ബയോളജി പുസ്തകം തുറന്നാലോ നമുക്ക് വളരെ അപൂർവമായിട്ട് PGക്ക് പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം, വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം കണ്ടാലായി. അതല്ലാത്തിടത്തോളം അത് പ്ലെയിൻ ടെക്സ്റ്റാണ്. ഇക്വേഷൻ നമ്മൾ പേടിപ്പിക്കുന്ന ഇക്വേഷൻസ് ഒന്നും അതിനകത്ത് നമ്മൾ കാണൂല. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ, മാത്തമാറ്റിക്സ് എന്നുള്ള ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാർഡ് സയൻസസ് ആയിട്ടുള്ള കെമിസ്ട്രിയും ഫിസിക്സും. ഇനി അതിൻ്റെ മുകളിലാണ് ബയോളജി വരിക. പക്ഷേ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്സിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിന് കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ ഫിസിക്സിൻ്റെ നിയമങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ കെമിസ്ട്രി പുതിയ നിയമങ്ങൾ അതിനോടൊപ്പം ആഡ് ചെയ്യും. ഇനി ബയോളജിയിലേക്ക് എത്തുന്ന സമയത്ത് അതും പുതിയ നിയമങ്ങൾ ബയോളജിയിലുണ്ടാവും, പക്ഷേ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും നിയമങ്ങളും അവിടെ ബാധകമാണ്. അപ്പോൾ ഞാൻ ബയോളജി അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് സയൻസ് എന്ന് പറയാം. നമുക്ക് പ്രൊഡക്റ്റിവിറ്റി കുറവാണ്, നമുക്കത് മാത്തമാറ്റിക്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സോഫ്റ്റ് സയൻസ് ആണെന്ന് പറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ല. ബയോളജി പതുക്കെ ബോട്ടണി ആയാലും സുവോളജി ആയാലും ഒക്കെ തന്നെ പതുക്കെ ഹാർഡ് സയൻസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ അവർ പുതിയ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കും. ബയോളജി കെമിസ്ട്രിയുമായി ചേർന്നിട്ട് ബയോകെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ബയോളജി ഫിസിക്സുമായിട്ട് ചേർന്നിട്ട് ബയോഫിസിക്സ് ഉണ്ടാവും. ബയോളജി സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ചേർന്നിട്ട് ബയോസ്റ്റാറ്റിക്. ഇനി ബയോളജി നേരെ പോയി ടെക്നോളജിയായി ചേർന്നിട്ട് ബയോടെക്നോളജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുതിയ സബ്ജക്ട്സ് ഉണ്ടാക്കിക്കൊണ്ട്, പുതിയ ഡിസിപ്ലിൻസ് ഉണ്ടാക്കിക്കൊണ്ട് ബയോളജി പതുക്കെ ഹാർഡ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലാണ് സോഷ്യൽ സയൻസസ് വരിക. ഹിസ്റ്ററിയും എന്താ പറയുക, എക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും. മനുഷ്യനെക്കുറിച്ച് മാത്രം പഠിക്കുന്ന വിഷയങ്ങളാണ് അവർ. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം. ചരിത്രകാരന്മാർ മനുഷ്യൻ്റെ ചരിത്രം പഠിക്കും, എക്കണോമിസ്റ്റുകൾ മനുഷ്യൻ്റെ സാമ്പത്തിക വിനിമയത്തെക്കുറിച്ച് പഠിക്കും, മനുഷ്യൻ്റെ മെൻ്റൽ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് സൈക്കോളജികളൊക്കെ പഠിക്കും. മനുഷ്യനെക്കുറിച്ച് മാത്രം പഠിക്കുന്ന കുറേ സബ്ജക്ട്സ് ഉണ്ട് സോഷ്യൽ സയൻസസ്. ഇനി അതിൻ്റെ മുകളിൽ വരുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഫിലോസഫി എന്നാണ്. അവരെന്തിനെക്കുറിച്ചാണ് പഠിക്കുക? എന്താണ് ഈ ഫിലോസഫിക്കാർ പഠിക്കാൻ ശ്രമിക്കുക? ഫിസിക്സ് എന്താ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു, കെമിസ്ട്രി എന്തിനെക്കുറിച്ചാണ് പഠിക്കുക നമ്മൾ പറഞ്ഞു, ബയോളജി എന്തിനെക്കുറിച്ചാണ് പഠിക്കുക നമുക്കറിയാം, സോഷ്യൽ സയൻസ് എന്തിനെക്കുറിച്ചാണ് പഠിക്കുക എന്നറിയാം. ഫിലോസഫിക്കാർ എന്താ പഠിക്കുന്നത്? ഇതിനെക്കുറിച്ച് എന്താണ് അവർ പഠിക്കുക? ഇനി നിങ്ങൾ PG ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയും പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ പേര് PhD എന്നാണ് അല്ലേ? PhD എടുക്കുക, കേട്ടിട്ടില്ലേ? എന്താ PhDയുടെ ഫുൾ ഫോം? ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. അതെവിടെ നിന്ന് ഈ ഫിലോസഫി വന്നത്? നിങ്ങൾ ഫിലോസഫി പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിച്ചത് ഇപ്പോൾ അവസ്ഥ വെച്ച് നിങ്ങൾ ബോട്ടണി പഠിച്ചാലും ശരി, കെമിസ്ട്രി പഠിച്ചാലും ശരി, ഫിസിക്സ് പഠിച്ചാലും ശരി, ഡോക്ടർ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഡിഗ്രിയുടെ പേര് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. ഈ ഫിലോസഫി എവിടെ നിന്നാണ് ചാടി വന്നത്? എന്താണ് അവർ പഠിക്കുന്നത്? അതെ, പക്ഷെ അത് അല്ലല്ലോ ഉത്തരം. എന്താണ് അവർ പഠിക്കുന്നത്? എന്താണ് അവരുടെ പഠന വിഷയം? എന്താണ് ഫിലോസഫിക്കാരെന്താ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞോട്ടെ. അവർ പഠിക്കുന്നത് എല്ലാ സബ്ജക്ട്സും പഠിക്കും. ഓരോ സബ്ജക്റ്റിനകത്തുള്ള ട്രൂത്ത് ക്ലെയിംസാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ഫിലോസഫർ ഉണ്ടെന്ന് വെക്കുക റൂമിൽ. അയാൾ നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുകയല്ല ചെയ്യുക.
പുള്ളി ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ആ വാതിലിൻ്റെ അടുത്ത് പോയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഞാനെന്താ പറയണമെന്ന് ശ്രദ്ധിക്കും. പുള്ളി നോക്കുക, അവിടെ ഒരു താടിക്കാരൻ തന്ന് കുട്ടികളോട് എന്തൊക്കെ പറയുന്നുണ്ട്, ഇത് വല്ല സത്യമാണോ, അത് ട്രൂത്ത് ഉണ്ടോ, പുള്ളിയുടെ ആർഗ്യുമെൻ്റ് എന്താണ്, പുള്ളി എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത്, അത് ലോജിക്കലി റെലവൻ്റ് ആണോ, അത് ലോജിക്കലി നിൽക്കുമോ, അത് ഫാലസീസ് ആണോ, ഇതൊക്കെ നോക്കലാണ് ഫിലോസഫിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുക. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരാൾ ബോട്ടണി പഠിച്ചാലും ശരി, സുവോളജി പഠിച്ചാലും ശരി, അവസാനം അയാൾക്ക് ആ സബ്ജക്റ്റിനകത്ത് നിന്നിട്ട് അയാൾക്ക് വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, ലോകത്തെ വിശദീകരിക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന ഘട്ടത്തിലാണ് നമ്മളൊരാൾക്ക് PhD കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് സബ്ജക്ട്സ്. ഇനി ഇത് കൂടാതെ വേറെ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലൊന്ന് കണക്കാണ്, മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്താ ശരിക്കും? അത് സയൻസ് ആണോ ലാംഗ്വേജ് ആണോ? സയൻസാണ്. ഉറപ്പാ? എന്തും ആയിക്കോട്ടെ, എന്തായാലും നമുക്കത് ഇഷ്ടമില്ല എന്നാണോ? അത് ശാസ്ത്രമായാലും ശരി, ഭാഷയായാലും എന്തായാലും ശരി, നമുക്കിഷ്ടമില്ല. ലാംഗ്വേജാണ്. അപ്പോൾ ലാംഗ്വേജാണ് മാത്സ് എന്ന് പറയുന്നവരൊന്ന് കൈബുക്കോ. മാത്സ് ഒരു ലാംഗ്വേജാണ്. യെസ്. 1 2 3 4 5. യെസ്. ഇനി അതിൽ സയൻസ് എന്ന് പറയുന്നവരൊന്ന് കൈബുക്കോ. ആരില്ല. പിന്നെന്താ സംഭവം? മാത്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ളത്. മറ്റ് ലാംഗ്വേജിൻ്റെ ഒക്കെ കുഴപ്പം എന്താ വെച്ചാൽ മറ്റ് ഭാഷകളിലൊക്കെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ടീച്ചർ വർത്താനം പറയാം, മലയാളത്തിലൊരു വാക്കുണ്ട് ഭയങ്കരം. ഭയങ്കരം എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭയം ജനിപ്പിക്കുന്ന എന്താണോ അതാണ് ഭയങ്കരം എന്ന് പറയാം. എന്താണോ ഭയം ജനിപ്പിക്കുന്നത് അതാണ് ഭയങ്കരം. പക്ഷെ വന്ന് ഇപ്പം നമ്മൾ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയും അല്ലേ? ആ വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥമൊക്കെ മാറിപ്പോയി. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഭാഷയായാലും, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്കായാലും അതിനകത്തുള്ള വാക്കിൻ്റെ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന വാക്ക് ഹെലോ എന്നുള്ള വാക്കാണെന്നാണ് പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് ഹെലോ അത്രേ. ഈ ഹെലോ തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ഹലോ എന്ന് പറയാം, ഒന്ന് വച്ചിട്ട് പോകുന്നുള്ള നിലയ്ക്ക് ദേഷ്യത്തിൽ ഹലോ എന്ന് പറയാം, നമുക്ക് ക്രൂരമായിട്ട് ഹലോ എന്ന് പറയാം, പല രീതിയിൽ പറയാം. ഇത് ആരോട് പറയുന്ന ടോൺ എന്താണെന്നൊക്കെ അനുസരിച്ചിട്ട് ആ വാക്കിൻ്റെ അർത്ഥം ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ മാത്സിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 2 4 എത്ര സ്നേഹത്തോട് പറഞ്ഞാലും എത്ര സങ്കടത്തോട് പറഞ്ഞാലും അതിൽ ഒരു ഇൻഫർമേഷൻ ലോസും സംഭവിക്കില്ല. ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നിൽക്കും. ഇതാണ് മാത്സ് ഒരു ലാംഗ്വേജ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഗുണം. അതേസമയം നമുക്ക് നേച്ചറിലെ പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ടൂളായിട്ടും മാത്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് ലാംഗ്വേജസ് ആണ്, ഭാഷകളാണ്. പൊതുവെ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ലാംഗ്വേജ് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല നമുക്ക് തോന്നും. അപ്പോൾ തോന്നല്ലേ നമുക്ക്? നമ്മൾ സുവോളജിയാണ് ഭയങ്കര കാര്യമായിട്ട് പഠിക്കേണ്ടത്, അതിലാണ് മാർക്ക് വാങ്ങേണ്ടത്, മെയിൻ സബ്ജക്റ്റാണ്, സബ്സിഡിയറി സബ്ജക്റ്റാണ്. ലാംഗ്വേജ് അതിൻ്റെ കൂടെ ഒന്ന് പാസ് മാർക്ക് കിട്ടിപ്പോയാൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയല്ല. ലാംഗ്വേജസ് വളരെ 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 പ്രധാനമാണ്. കാരണം നിങ്ങൾക്ക് എന്ത് ആശയമുണ്ടായാലും, നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടായാലും, നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാലും, നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും അത് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യണമെങ്കിൽ നമുക്ക് ഭാഷ എന്ന് പറയുന്നൊരു പാത്രത്തിൽ വെച്ചിട്ടേ കൊടുക്കാൻ പറ്റും. വേറൊരു വഴിയില്ല. അതുകൊണ്ട് ഭാഷയുടെ മുകളിൽ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടാവണം. ഭാഷ നന്നായി ഉപയോഗിക്കാൻ പറ്റണം, നല്ല വൊക്കാബുലറി ഉണ്ടാവണം. എഴുതുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വാക്കുകൾ വന്ന് വീഴണം, ഒരു ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കണം. ആ നിലയ്ക്ക് ഭാഷയുടെ മുകളിൽ നല്ല വ്യുൽപ്പത്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള സയൻസുകളുടെ, നമ്മൾ ഇടപെട്ട് വന്ന സയൻസുകളുടെയൊക്കെ ഒരു ലേ ഔട്ട് ഇതാണ്. ഇത് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. പണ്ട് ഈ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടോ? വായിക്കില്ല. നമ്മൾ വായിക്കില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ കോളേജിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികളുള്ളതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കേരള ഓർമ്മയിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാവും? അഹങ്കാരമാണ്. ആയിക്കോട്ടെ, സുവോളജി. അത് രണ്ടാമത്തെ
ഇംഗ്ലീഷ്. എല്ലാ കോളേജിൽ പോയി കഴിഞ്ഞാലും ആളുകൾ പറയുന്ന ഒരു ഉത്തരം ഇതാണ്: ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ. എന്താ കാരണം? വളരെ ലളിതമാണ് അതിൻ്റെ കാരണം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പഠിക്കുന്നത്, അവർ വായിക്കുന്നത് ഒറിജിനൽ ടെക്സ്റ്റുകളാണ്. അവർ ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഷേക്സ്പിയർ എഴുതിയത് അവർ വായിക്കുന്നു. അവർ മിൽട്ടനെ കുറിച്ച് പഠിക്കുമ്പോൾ മിൽട്ടൺ എഴുതിയത് വായിക്കുന്നത്. അവർ കാഫ്കയെ കുറിച്ച് പഠിക്കുമ്പോൾ കാഫ്കയുടെ നോവലാണ് വായിക്കുന്നത്. അവർ മാർക്കേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാർക്കേസിൻ്റെ നോവലാണ് വായിക്കുന്നത്. അവർ നെരൂദയെക്കുറിച്ച് പഠിക്കുമ്പോൾ നെരൂദയുടെ കവിതകൾ അവർ വായിക്കുന്നത്. നമ്മൾ പക്ഷേ സുവോളജി പഠിക്കുമ്പോൾ ഒരു സുവോളജിസ്റ്റിൻ്റെ പുസ്തകവും നമ്മൾ വായിക്കില്ല. നിർബന്ധമായി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പുസ്തകം. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചാൾസ് ഡാർവിനെ കുറിച്ചിട്ട് 20 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ഉത്തരമൊക്കെ നമ്മൾ സുഖമായിട്ട് എഴുതി കളയും, അല്ലേ? എഴുതി മാർക്ക് വാങ്ങിക്കാൻ നമുക്കറിയാം. പക്ഷെ ഡാർവിൻ എഴുതിയ ഒരു വരി പോലും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടുള്ള വ്യത്യാസം എന്താ അറിയോ? നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും, ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു സിനിമ കണ്ടു എന്ന് പറയും വെക്കാം. ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ? ആ ഫീല് കിട്ടുമോ? നിങ്ങളുടെ കൂട്ടുകാർ ആ സിനിമ കണ്ടിട്ട് കഥ പറഞ്ഞു തന്നാൽ കിട്ടൂല. ഇതാണ് വ്യത്യാസം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ സിനിമ കണ്ട കുട്ടികളാണ്. അവർ നേരിട്ട് ഫീൽ ചെയ്ത കുട്ടികളാണ്. അവർ എഴുതിയ സാധനങ്ങൾ നേരിട്ട് വായിച്ച് അനുഭവിച്ച കുട്ടികളാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ഒരു ചങ്ങാതി പറഞ്ഞ കഥയെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രോസസ്സിനകത്തോടെ പോയിട്ടില്ല. ഈ പുസ്തകത്തിനകത്തോടെ നമ്മൾ ഈ ട്രാവൽ ചെയ്തിട്ടില്ല. ഡാർവിൻ്റെ തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇത് നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് ആരോ പറഞ്ഞേ അറിയുള്ളൂ സുവോളജിയെക്കുറിച്ച്. നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് ലൈബ്രറിയിൽ ഒറിജിനൽ ബുക്സ് ഉണ്ടാവണം, ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങൾ. മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ഡിഗ്രി പഠിക്കുമ്പോഴും PG പഠിക്കുമ്പോഴും ഒന്നും ഇല്ലാതിരുന്ന പോലെ ധാരാളം ഗംഭീര പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ധാരാളം ഓതേഴ്സ്, രസകരമായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതുന്ന കാലമാണ് ഇത്. ആ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ വരേണ്ട ആവശ്യമുണ്ട്, അത് വായിക്കേണ്ട ആവശ്യമുണ്ട്. ഒറിജിനൽ ബുക്സ് നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ചാൾസ് ഡാർവിൻ ഉണ്ടാക്കിയ വലിയൊരു മാറ്റമാണ്. ഇദ്ദേഹം ഒറ്റയടിക്ക് ചെയ്ത വലിയൊരു ചേഞ്ച് എന്താ വെച്ചാൽ, അതുവരെ നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്പീഷീസ് ആണെന്നും മറ്റ് സ്പീഷീസുകളൊക്കെ നമ്മളെക്കാൾ താഴെയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന അവസ്ഥയെന്ന് അതിനെ തറ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഇവോൾവ് ചെയ്തതാണ്, നമ്മൾ പരിണമിച്ച് വന്നതാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുക ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒപ്പം അതേ സമയത്ത് തന്നെ ആ തിയറി ഡെവലപ്പ് ചെയ്ത വാലസ് ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടാക്കിയ ലോകബോധത്തിൽ അതുണ്ടാക്കിയ മാറ്റം ഭീകരമായിരുന്നു. അതിഭീകരമായ മാറ്റം ഉണ്ടായി. നമ്മളിങ്ങനെ ആകാശത്തുനിന്ന് കെട്ടി ഇറക്കിയതല്ല, ഒരു സ്പീഷീസ് മുകളിൽ നിന്ന് നേരെ താഴെ വന്നതല്ല, മറിച്ച് ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിന് പരിണമിച്ച് വന്നതാണെന്നുള്ള വലിയൊരു ബോധം ഈ ലോകത്തിന് കൊടുത്ത സബ്ജക്റ്റിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. ആ തരത്തിലൊരു മാറ്റം ഒരുപക്ഷെ എക്കണോമിക്സോ സോഷ്യോളജിയോ സൈക്കോളജിയോ ഒന്നും തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അത്ര ഗംഭീരമായിട്ടൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അത്. അന്ന് ധാരാളം കാർട്ടൂണുകളൊക്കെ വന്നിട്ടുണ്ട്. ഡാർവിനൊക്കെ തമാശാക്കിയിട്ട് കുരങ്ങൻ്റെ ഷേപ്പിലൊക്കെ വരച്ചിട്ടുള്ള ആ കാർട്ടൂണൊക്കെ അന്ന് ഇറങ്ങിയിരുന്നു. കാരണം ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളങ്ങനെ വളരെ അപ്രമാദിത്വമുള്ള ഒരു വളരെ ഹൈ പൊസിഷനിൽ ബൈബിൾ പറഞ്ഞതുപോലെ ഖുറാൻ പറഞ്ഞതുപോലെയൊക്കെയുള്ള മതഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ പോലെ മനുഷ്യനൊരു വലിയ എൻറ്റിറ്റിയാണ് എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഒരു മനുഷ്യൻ വന്ന് പറയുന്നത് അങ്ങനെ അല്ല എന്നും ഇതൊരു എവല്യൂഷണറി പ്രോസസ്സിനകത്ത് വന്നിട്ടുള്ള ഒരു എൻഡ് പ്രോഡക്റ്റാണ് എന്നും മനസ്സിലാക്കുന്നത്. ഇത് ഇനിയും മുന്നോട്ട് പോകുന്ന മനസ്സിലാക്കുന്നത്. ഇത് ബയോളജിയിൽ മാത്രം നിന്നില്ല. ഈ തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് മറ്റ് സബ്ജക്ട്സിലേക്കും വ്യാപിച്ചു. ഡാർവിൻ്റെ അതേ സമയത്ത് ജീവിച്ചിരുന്ന മറ്റൊരു മനുഷ്യനാണ് കാൾ മാർക്സ്. മാർക്സിന് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി. ഡാർവിൻ്റെ ഐഡിയ ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുള്ളിയുള്ള ദാസ് ക്യാപിറ്റലിൻ്റെ ഒരു കോപ്പി സന്തോഷ സൂചകമായിട്ട് ഡാർവിനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഡാർവിനെ സംബന്ധിച്ചുള്ള പ്രശ്നം, അന്ന് പള്ളി ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. പള്ളിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. മുന്നേ ഗലീലിയോ ഉണ്ട്, ബ്രൂണോ ഉണ്ട്. ബൈബിളിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാർവിൻ വളരെ ഭയന്നും പേടിച്ചും ആണ് പുള്ളിയുടെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ സമയത്താണ് മാർക്സ് ഇത് പെട്ടെന്ന് തിരിച്ചറിയുന്നത്. ഗംഭീര പൊട്ടൻഷ്യലുള്ള ഒരു തിയറിയാണ്. അത് പുള്ളി ദാസ് ക്യാപിറ്റലിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഡാർവിൻ അത് സ്നേഹത്തോടെ നിരസിക്കുന്നുണ്ട്. കാരണം മാർക്സിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഡാർവിൻ എന്ന് തിരിച്ചറിഞ്ഞാൽ അത് ഡാർവിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഡാർവിൻ പേടിക്കുന്നുണ്ട്. മാർക്സ് അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളി പറയുന്നുണ്ട്, സ്പീഷീസുകൾ മാത്രമല്ല പരിണമിക്കുക, സമൂഹങ്ങളും പരിണമിക്കുന്നുണ്ട്. സോഷ്യൽ എവല്യൂഷനെ കുറിച്ചിട്ടുള്ള മാർക്സിൻ്റെ ചിന്തകൾക്ക് വലിയ ശക്തിയാണ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊടുത്തത്.
അതുകൊണ്ട് മാർക്സ് പറഞ്ഞു പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് സമൂഹങ്ങൾ ഫ്യൂഡലിസത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഫ്യൂഡലിസത്തിൽ നിന്ന് പിന്നെ ക്യാപിറ്റലിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ക്യാപിറ്റലിസത്തിൽ നിന്ന് പിന്നെ സോഷ്യലിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, സോഷ്യലിസത്തിൽ നിന്ന് അത് പിന്നീട് കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്നുള്ള മാർക്സിൻ്റെ സോഷ്യൽ എവല്യൂഷൻ്റെ തിയറിയുടെ ട്രിഗറിങ് ഫാക്ടറായിട്ട് ബയോളജിയിൽ ധാരാളം ഡാറ്റ വെച്ചിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം കാരണമായി മാറി. സ്പീഷീസ് ഇവോൾവ് ചെയ്ത പോലെ സൊസൈറ്റീസും ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റ് സബ്ജക്ട്സിലേക്ക് പടർന്നു പോയ, സുവോളജിയിൽ നിന്ന് വന്നിട്ട് മറ്റ് സബ്ജക്റ്റിലേക്ക് പടർന്നു പോയ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, അതുവരെ ഉണ്ടായിരുന്ന ചിന്തയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ചിന്തയെ അഴിച്ചുവിടുന്ന ഒന്നായിട്ട് ഡാർവിൻ്റെ ബുക്ക് മാറി. അതോടൊപ്പം ഡാർവിൻ്റെ സിദ്ധാന്തം മുന്നോട്ട് വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച പോലെയോ ഒരു സിദ്ധാന്തമായിട്ടല്ല പഠിക്കുന്നത്. സാധ്യത എന്നുള്ള നിലക്കാതെ മുന്നോട്ട് വരുന്ന സമയത്ത് അത് ശാസ്ത്ര സമൂഹത്തിൽ വേര് പിടിക്കാൻ ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ഗംഭീരമായി പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ മുന്നിൽ വരികയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. അവരെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് അവരെ വിളിക്കുക ഡാർവിൻസ് ബുൾഡോഗ്സ് എന്നാണ്. ഡാർവിൻ്റെ വേട്ടപ്പട്ടികൾ എന്നാണ് വിളിക്കുക. ഡാർവിൻ്റെ ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് കുരയ്ക്കുകയും വേണമെങ്കിൽ കടിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ കുറേ സയൻറ്റിസ്റ്റുകളുടെ കൂട്ടം ഡാർവിന് മുന്നേ ചുറ്റും അണിനിരക്കുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഡോബ്ഷാൻസ്കി. ഡോബ്ഷാൻസ്കിയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്ക്രീനിലുള്ളത്. നത്തിങ് ഇൻ ബയോളജി മേക്സ് സെൻസ് എക്സെപ്റ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ബയോളജിയിൽ ഒരു കാര്യത്തിനും എവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ലാതെ ഒരു റെലവൻസും ഇല്ല. ബോറെടുക്കുന്നു നിങ്ങൾക്ക് ഇല്ല? ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സുവോളജിക്കാരാണല്ലോ, ഈ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായി? ആരാണ്? മുട്ട കോഴിയാണോ? ഉറപ്പല്ലേ? അത് മുട്ടയാണോ കോഴിയാണോ? അപ്പോൾ സാധാരണ നിങ്ങളോട് തിരിച്ചു ചോദിക്കില്ലേ മുട്ടയില്ലാതെ എങ്ങനെ കോഴി ഉണ്ടായിരുന്നു? ഈ ചോദ്യം കുറേ നാളിങ്ങനെ ചോദിക്കുകയും ഉത്തരം കിട്ടാതെ വിഷമിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഈ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ആളുകൾ വിചാരിച്ചത് ഈ കോഴി എന്ന് പറഞ്ഞ സ്പീഷീസ് അങ്ങനെ മുകളിൽ നിന്ന് കെട്ടിയിറക്കി എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത്. അങ്ങനെ അല്ലല്ലോ. കോഴി ഉണ്ടാവണമെങ്കിൽ കോഴിക്ക് മുന്നേ മറ്റൊരു ജീവി ഉണ്ടാവണം, അതിൽ നിന്ന് പരിണമിച്ചിട്ടാണ് കോഴി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പരിണമിച്ചിട്ട് കോഴി ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു പുതിയ സ്പീഷീസ് ആണെന്ന് നമ്മൾ ആരെ കണ്ടിട്ടാണ് തീരുമാനിക്കുക? കോഴിയെ കണ്ടിട്ടാണോ മുട്ട കണ്ടിട്ടാണോ? കോഴിയാണ് ഫീനോടൈപ്പ് അല്ലേ? മുട്ട അല്ല ജീനോടൈപ്പാണ്. അപ്പോൾ ഫീനോടൈപ്പിലാണ് എക്സ്പ്രഷൻസ് ഉണ്ടാവുക, ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നോക്കുമ്പോൾ ഒരു പുതിയ ഫീനോടൈപ്പ് വന്നിരിക്കുന്നു, അത് മുന്നേ ഉള്ള ഇതിന് തുല്യമായിട്ടുള്ള സ്പീഷീസിന് ഡിഫറൻ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നത് ഫീനോടൈപ്പ് കണ്ടിട്ടാണ് അല്ലേ? ശരിയല്ലേ? അല്ലേ? അതെ. അപ്പം നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ അത് കോഴിയാണെന്ന് ഉത്തരം പറയേണ്ടി വരും. കാരണം കോഴി എന്നുള്ള നിലയ്ക്കാണ് അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള പേര് നമ്മൾ കൊടുത്തത്. ഇതിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ ടാക്സോണമി എന്ന് പറയാം. കേട്ടിട്ടുണ്ടോ? അത് ടാക്സോണമി നമ്മൾ പഠിക്കുന്നുണ്ടാവും. പലതരം ടാക്സോണമികളുണ്ട്. അതിനകത്ത് മോർഫോളജിക്കൽ ടാക്സോണമിയുടെ രീതിയാണിത്. നമ്മൾ രൂപം നോക്കി അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് വർഗീകരിക്കുന്ന രീതിയാണത്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോളിക്കുലർ ടാക്സോണമി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജീനുകളിൽ വന്ന മാറ്റം നോക്കാം. ഇനി ജീനുകളിൽ വന്ന മാറ്റം നോക്കിയിട്ടാണ് നിങ്ങൾ പുതിയ സ്പീഷീസിനെ നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട തന്നെ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മോളിക്കുലർ ടാക്സോണമി ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മുട്ടയാണ് ആദ്യം ഉണ്ടായെന്ന് പറയേണ്ടി വരും. ക്ലിയർ ആണോ സംഭവം? ക്ലിയർ ആയോ? അപ്പോൾ ചോദിക്കട്ടെ, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? മോർഫോളജിക്കൽ ടാക്സോണമി വെച്ചിട്ടാണെങ്കിൽ കോഴിയാണ് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. മോളിക്കുലർ ടാക്സോണമി ആണെങ്കിൽ മുട്ടയാണെന്ന്. ഈ തരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതിന് കാരണം നമുക്ക് ബയോളജിയിൽ എന്തിനേയും ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവിലെ മാത്രം കാണാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാടിൻ്റെ പുറത്താണ്. മറ്റൊന്ന്, സൊസൈറ്റീസ് മാറും മാത്രമല്ല തലമുറകളും മാറും. നിങ്ങൾ ഏത് ജനറേഷനിൽപ്പെട്ട ആളുകളാണ്? നിങ്ങളുടെ ജനറേഷൻ്റെ പേരെന്താണ്? എന്താ? നിങ്ങളുടെ ജനറേഷന് പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? ജനറേഷൻ ഇസഡ് അല്ലേ? ജനറേഷൻ സെഡ് സി. ഓ ശരി, പാവം ഞാൻ
സോറി. അപ്പോൾ ജനറേഷൻ പിന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അവസാനത്തെ അക്ഷരവും അല്ലേ? ഓക്കെ, ശരി. പക്ഷെ അതിന് മുന്നേ കുറേ ജനറേഷൻ ഉണ്ട്. ഞാനൊക്കെ അതിന് മുന്നേ ഉള്ള ജനറേഷനോ. ഓരോ ജനറേഷനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ജനറേഷൻ എക്സ് എന്ന് പറഞ്ഞ ജനറേഷൻ ഉണ്ട്. 65 മുതൽ 80 വരെ ജനിച്ച ആളുകളാണ് അവർ. ഇതിന് മുന്നേ ജനറേഷൻസ് ഉണ്ട്. തുടങ്ങുന്നത് ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. സൈലൻറ്റ് ജനറേഷൻ എന്നുള്ള ജനറേഷൻ ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന, മറ്റ് ജീവികളെ പോലെ തന്നെ വെറുതെ ജീവിച്ച് മരിച്ചു പോവുക മാത്രം ചെയ്തിരുന്ന, വലിയ പ്രതീക്ഷകളില്ലായിരുന്ന, വളരെ നിശബ്ദമായിട്ടൊരു തലമുറയുണ്ടായിരുന്നു. അതിനുശേഷമാണ് വേൾഡ് വാർസ് വരുന്നത്. 1-ാം ലോക മഹായുദ്ധം വരുന്നു, 2-ാം ലോക മഹായുദ്ധം വരുന്നു. വലിയ തോതിലുള്ള ഫാമിൻസിലൂടെ കടന്നുപോയൊരു തലമുറയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബൂമിങ് ജനറേഷൻ ഉണ്ടായിരുന്നു. എക്കണോമി നന്നാവുന്നു, കുറച്ചും കൂടിയൊക്കെ ആസ്പിറേഷൻസ് വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടുള്ള തലമുറയെ സംബന്ധിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന പണി. നന്നായി ജോലി ചെയ്ത് അധ്വാനിച്ച് ശമ്പളം നേടുകയും പണമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നൊരു ജനറേഷൻ ഫാമിലിയെയും ജോലിയെയും ഒരേപോലെ കാണുന്നൊരു തലമുറ പിന്നെ വന്നിരുന്നു. അതിനൊക്കെ ശേഷം 65 to 80 വന്ന ജനറേഷൻ എക്സ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്, ഞാൻ വായിക്കുന്നില്ല. അതിനുശേഷം വൈ ജനറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വൈ ജനറേഷനിലാണ് ഞങ്ങളൊക്കെ പെടുക. ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ഞങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ന് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന പല ഫെസിലിറ്റീസും വന്നത്. ഇലക്ട്രിസിറ്റി വരുന്നു, ടെലിഫോൺ വരുന്നു, ഇൻ്റർനെറ്റ് വരുന്നു, മൊബൈൽ ഫോൺ വരുന്നു. ഇതൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന കാര്യമാണ്. നമ്മൾ അതിന് മുന്നുള്ളൊരു ജീവിതം ജീവിച്ചവരാണ്. മൊബൈൽ ഇല്ലാതെ ജീവിച്ചവരാണ്, ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിച്ചവരാണ്, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിച്ചവരാണ്. പക്ഷെ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് പടിപടിയായിട്ട് ഇത് ഓരോന്നും വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നിങ്ങളുടെ ജനറേഷൻ വരുന്നത്. നിങ്ങൾ ജനിച്ച് വീഴുന്നത് ഈ പറയുന്ന സംവിധാനത്തിലേക്കാണ്. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട്. നിങ്ങളാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയും. നിങ്ങൾ ജനിച്ചു വീണത് ഈ ഭൂമിയിലല്ല, മറിച്ച് നിങ്ങൾ ജനിച്ചു വീണത് ഒരു ഇൻ്റർനെറ്റിനകത്താണ്. വേൾഡ് വൈഡ് വെബിനകത്തേക്കാണ് നിങ്ങൾ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ജനറേഷനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശരീരം മാത്രം വെച്ചിട്ട് ജീവിക്കാനൊക്കെ അറിയായിരുന്നു. നിങ്ങൾക്കത് പറ്റുമോ? മൊബൈലില്ലാതെ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടല്ലേ ജീവിക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ പെട്ടുപോകില്ലേ? നമ്മളാകെ ട്രോമയൊക്കെ വരുമല്ലോ ഈ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ. ഞങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ഞങ്ങളൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പോയാൽ, യാത്ര പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോഴേ വീട്ടുകാരെ അറിയുള്ളൂ വന്നു എന്നുള്ളത്. അതിനിടയ്ക്ക് ഒരു ശല്യപ്പെടുത്തലും ഇല്ല. നമ്മൾ എവിടെ പോയിരുന്നോ എങ്ങനെ ആയിരുന്നോ. കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയും എന്നല്ലാതെ വേറെ ഒരു. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഇറങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ, അരമണിക്കൂർ കഴിയുമ്പോൾ, 1 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ലൈവ് അപ്ഡേറ്റ്. ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ ഞങ്ങൾക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോവാം. പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു തലമുറയായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ജനറേഷൻ ഇസഡ് ആണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന തലമുറ ഏതാണ്? പണ്ടൊക്കെ 2 തലമുറ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയല്ല. ഇന്ന് ഒരേപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ പല തലമുറയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകും. അടുത്തത് ജനറേഷൻ ആൽഫയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ഇങ്ങനെ മാറുന്നുണ്ട്. ഓരോ തലമുറയ്ക്കും അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് അടുത്ത തലമുറയായിട്ട് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് സുവോളജിയാണ്. ഈ മാറുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ക്ലാസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ജനറേഷൻ വൈപ്പെട്ടൊരു മനുഷ്യൻ ജനറേഷൻ ഇസഡിൽപ്പെട്ട ആളുകളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ സാധനം സിങ്ക് ആവില്ലല്ലോ. ഇതാണ് കോളേജിലും സ്കൂളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ടീച്ചർമാർ വേറെ ഏതോ ജനറേഷനും കുട്ടികൾ വേറെ ഏതോ ജനറേഷനാണ്. ഇത് 2 ജനറേഷൻ തമ്മിൽ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഉദാഹരണത്തിന് BTS കേൾക്കാറുണ്ട്. BTS മ്യൂസിക് കേൾക്കില്ലേ? നിങ്ങളുടെ പാരൻസ് കേൾക്കാറുണ്ടോ? നിങ്ങളുടെ ടീച്ചേഴ്സ് കേൾക്കാറുണ്ടോ? ഈ BTSൻ്റെ ഒരു പാട്ട് പോലും BTSൻ്റെ ഒരു പാട്ട് പോലും കേൾക്കാത്ത ഒരു ടീച്ചർ പഠിപ്പിച്ചാൽ നമുക്ക് വല്ലതും മനസ്സിലാവും? അവർക്ക് നമ്മളോട് വർത്തമാനം പറയാൻ പറ്റുമോ? നമ്മുടെ ലോകം അവർക്ക് വല്ല പിടിയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഈ അതിർത്തി എന്നൊക്കെ പറയും. അതിർത്തിയൊക്കെ പൊളിഞ്ഞ് പാളീസായല്ലോ.
അയാൾക്കൊരു ചെറിയ തമാശ പറയാം. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് തൃശ്ശൂർ തന്നെ. ആ സ്കൂളിൻ്റെ പേര് വിവേകോദയം എന്നാണ്. കേട്ടിട്ടുണ്ടോ സ്കൂൾ? ആ. അപ്പം ഞാനവിടെ ഒരു 2-3 വർഷം PTA പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഇളയ മോൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഒരു സ്വാതന്ത്ര്യദിനത്തിന് അവൻ പറഞ്ഞു ഇന്ന് വെള്ളം ഉടുപ്പിട്ടിട്ട് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് സ്കൂളിൽ പോയിട്ട് ആ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു പോരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് സ്കൂളിലെത്തി. അപ്പോൾ അവൻ കുട്ടികളൊക്കെ വന്നിട്ട് ഞാൻ അവനെ വിട്ടിട്ട് ഞാൻ കുറച്ച് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു ടീച്ചർ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞ ടീച്ചറോട് ഇത് PTA പ്രസിഡന്റ് നിൽക്കുന്നു പറഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് വിളിച്ച് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊടി ഉയർത്തണം. അപ്പോൾ അതിന് അവിടെ 2 സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്കൂളിലും ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു മാഷ്, ഒരാവശ്യമില്ലാതെ പുള്ളി എല്ലാത്തിനും കൂടെ ഓടി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മാഷുണ്ട്, പുള്ളിയാണ് ഇതൊക്കെ നടത്തുന്ന കക്ഷി. അപ്പോൾ പുള്ളി എല്ലാവരും വിളിച്ചു നിർത്തി, പുള്ളി എന്നെ പിടിച്ച് അവിടെ നിർത്തി. അപ്പോൾ അതിനുശേഷം കൊടി ഉയർത്തി എല്ലാവരും ജനഗണമന പാടി. അതിനുശേഷം ഹെഡ് മാസ്റ്റർ വന്ന് പ്രസംഗിച്ചു. ഇപ്പോഴും സ്റ്റാൻഡിൽ മൈക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ ഈ രാജ്യം ഭരിക്കേണ്ടത് നിങ്ങളാണ്, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മ വേണം എത്ര കഷ്ടപ്പെട്ട് മനുഷ്യർ ത്യാഗം സഹിച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുത്തതെന്ന് നിങ്ങൾ മറക്കാതിരിക്കുന്നത്. ഒരു ഗംഭീരമായിട്ട് പ്രസംഗം നടത്തും. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ വന്നു. പ്രിൻസിപ്പൽ അപ്പുറം പോയി. പുള്ളി ഭയങ്കര ആവേശത്തിൽ പറഞ്ഞു, നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി മഞ്ഞും വെയിലും കൊണ്ട് എത്ര മനുഷ്യരാണ് കഷ്ടപ്പെടുന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഗംഭീരമായി ആളുകളൊക്കെ ഉത്തേജിപ്പിച്ച് ഭയങ്കര ദേശീയയിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപാടി കഴിഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മാഷ് വന്നിട്ട് പറയാം, അടുത്തായിട്ട് PTA പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കുക. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇനി എന്ന് നടക്കാൻ പോകുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദി ഈ മാഷാണ്, ഞാനല്ല. ഞാനവിടെ പോയി മൈക്കിന് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്ത്യ എന്നുള്ളത്, ഭാരതം എന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ്. ഇത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളൊരു തോന്നലാണ്, വേറെ ജീവികൾക്കൊന്നും അങ്ങനെയുള്ള തോന്നലൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പക്ഷി പാകിസ്ഥാനിലേക്ക് പറന്നു പോകും, അവിടുത്തെ ശലഭങ്ങൾ ഇങ്ങോട്ടും പറന്നു വരും, അവിടുത്തെ കാറ്റ് ഇങ്ങോട്ടും വീശും, അവിടുത്തെ പുഴ ഇങ്ങോട്ടും ഒഴുകും. ഇത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളൊരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പണ്ടേ ഒരു സായിപ്പ്, മക്മോഹൻ എന്ന് പറയുന്നൊരു സായിപ്പ് മേശപ്പുറത്തൊരു മാപ്പ് ഇട്ടിട്ട് വര വരച്ചതാണ്. പുള്ളി 10 പ്രാവശ്യം അത് മാറ്റി വരച്ചത്. ഈ അയാൾ വരച്ച വര സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ പാവങ്ങൾ അവിടെ പോയിട്ട് ഈ മഞ്ഞത്ത് കഷ്ടപ്പെടുന്നത്. അപ്പോൾ വെറുതെ അങ്ങനെയൊന്നും ജീവിതം പാഴാക്കരുത്. ഈ അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വരക്കുന്നതാണ്, നമ്മൾ ഇടയ്ക്ക് മാറ്റി വരയ്ക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറയാം, എൻ്റെ അച്ഛൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ജനഗണമന അല്ല പാടുക, അദ്ദേഹം പാടിയത് വഞ്ചീശ മംഗളമായിരുന്നു. കാരണം അത് കൊച്ചു രാജ്യത്തിൻ്റെ ഭാഗമാണ്. വഞ്ചീശ മംഗളം എന്ന് പറഞ്ഞാൽ ആ പദ്യത്തിൻ്റെ മൊത്തം അർത്ഥം രാജാവ് നീണാൾ വാഴട്ടെ എന്നാണ്. കൊച്ചു രാജാവ് മരിക്കാതിരിക്കട്ടെ, അദ്ദേഹം ധാരാളം സമയം ജീവിക്കട്ടെ. അപ്പോൾ അന്ന് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ കൊച്ചു രാജ്യസ്നേഹമാണ്. ഇന്ത്യ ഉണ്ടായിട്ടില്ല. അതിന് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഇത് കുറച്ചാളും കൂടി നമ്മൾ ഇതേപോലെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ അതിർത്തികളൊന്നും നിങ്ങളെ ബാധിക്കാതെ നോക്കണം. നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശമാണ് അതിര്. ഈ അതിരുകളൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. പലപ്പോഴും പറയുന്ന പോലെ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്ന് നമ്മൾ പറയും. അത് ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണെന്ന് നമ്മൾ പറയും. അത് ഏറ്റവും നല്ല ജില്ല ഏതെന്ന് വെച്ചാൽ തൃശ്ശൂരാണെന്ന് നമ്മൾ പറയും. അത് ഏറ്റവും നല്ല പഞ്ചായത്ത് ഏതെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്താണെന്ന് പറയും. അത് ഏറ്റവും നല്ല വീട് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ വീടാണെന്ന് പറയും. ആ വീട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് വെച്ചാൽ ഞാനാണെന്ന് പറയും. ഇങ്ങനെയുള്ള അഹങ്കാര പറച്ചിലിനാണ് ഈ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കേട്ട് ബേജാറാവേണ്ട. ഈ ലോകം മൊത്തം നിങ്ങൾക്കുള്ളതാണ്. ഈ ലോകം മൊത്തത്തിലാണ് നമ്മുടെ വീട്. ആ തരത്തിൽ ധാരണയിലേക്ക് പോകണം. ഒരു ആ തരത്തിലുള്ള ബോധത്തിലേക്ക് ഉയരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തി. ആ ദിവസം പ്രസംഗം കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെയുള്ള ടീച്ചർമാർ മൊത്തം തെറ്റി. പിന്നെ ആരും എന്നെ കാണുന്നില്ല. അത് മുമ്പിൽ കൂടെ പോയപ്പോലെ അവരറിയണില്ല. പക്ഷെ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. എന്ന് പറയുന്ന പോലെ ഈ തരത്തിലുള്ള ബോധത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുത്ത ഒരു സബ്ജക്റ്റിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. പണ്ടത്തെ ഒരു ബോധം ഉണ്ടായിരുന്നു, ദൈവം സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു, അങ്ങനെ മനുഷ്യനുണ്ടായി, ദൈവത്തിന് ഓരോ ദിവസം എന്തൊക്കെ സൃഷ്ടിച്ചു എന്നുള്ള കഥ. ഈ കഥ മൊത്തം പൊളിഞ്ഞ് പാളീസാവുന്നത് ഈ പരിണാമ സിദ്ധാന്തം പറഞ്ഞോടുകൂടി ഇത് അങ്ങനെയല്ല, ഇത് വേറൊരു പ്രോസസ്സിലൂടെ വന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ചിത്രത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരു ചിത്രം വന്നു. എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുന്നത്? കഥ മാറ്റി എഴുതുകയാണ്. ഈ കഥ ഗംഭീരമായിട്ട് മാറ്റി എഴുതുകയാണ്. പഴയ ക്രിയേഷനിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു പുതിയ തെളിവുകൾ വെച്ചുകൊണ്ട് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രൂഫിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ കഥ പറയാം.
അപ്പം അങ്ങനെ നമ്മൾ ഇതിലേക്ക് മാറിയോ? നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് മാറിയോ? കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. തൃശ്ശൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിന് സംശയം ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ക്യാൻറ്റീനിലേക്ക് ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ക്യാൻറ്റീനിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കുട്ടി പറഞ്ഞു, സാർ ഇപ്പോൾ വരാം കേട്ടോ എന്നിട്ട് കക്ഷി ഒറ്റ ഓട്ടം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയ സെമിനാരി പ്രാർത്ഥിക്കാൻ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടി അവിടെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ കുട്ടിയോടാണല്ലോ ഞാൻ ഇപ്പം നേരെ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്കിത് രണ്ടും ഒരേ സമയം വിശ്വസിക്കാവുന്ന സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ശാസ്ത്രത്തിൽ വിശ്വസിക്കും. നമ്മൾ പള്ളിയിലും പോവും, അമ്പലത്തിലും പോവും, അതേസമയം പരിണാമ സിദ്ധാന്തം പഠിക്കുകയും ചെയ്യും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നമുക്ക് ഇതൊക്കെ മൾട്ടിപ്പിളായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാണ് നമ്മൾ. ഒരു രസമുള്ള കഥ, ഫ്രാൻസിൽ നിന്ന് വന്ന ഒരു ഭാര്യ ഭർത്താവുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് വന്നതാണ്. അവർ തൃശ്ശൂരാണ് വന്നത്. അപ്പോൾ അവരുടെ ധാരണ, അവർ സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ശരിക്കുള്ള കേരളം എന്താണെന്ന് അറിയണം. അപ്പോൾ ശരിക്കുള്ള കേരളം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെയുള്ള സ്റ്റാർ ഹോട്ടലിലൊന്നും പോയി താമസിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഇരിങ്ങാലക്കുട പോയിട്ട് ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരാഴ്ച താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകളായിട്ടൊക്കെ ഇടപെടാം, അവിടെ നടക്കാം. അങ്ങനെ ഇവരവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോയി. ഞെട്ടാൻ കാരണം എന്താ വെച്ചാൽ ഇവരവിടെ ചായക്കടയിൽ പോയിട്ട് ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്നവർ ഇംഗ്ലീഷും സംസാരിക്കുന്നു. നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. ഫ്രാൻസിൽ പോലും അങ്ങനെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല, അവർ ഫ്രഞ്ച് തന്നെ സംസാരിക്കും. പക്ഷേ ഇവിടെ ആളുകൾ അവരുടെ മാതൃഭാഷ അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതുതന്നെ അവർക്ക് അത്ഭുതമായിരുന്നു. ഒരു ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ ഈ മനുഷ്യന്മാർക്ക് ലോക ചരിത്രം നല്ല ധാരണയാണ്. ലോകത്ത് മൊത്തത്തിൽ നടക്കണം എന്താണെന്ന് അവർക്കറിയാം. അമേരിക്ക ആരെ ഭരിക്കണമെന്ന് അറിയാം, റഷ്യ ആരെ ഭരിക്കണമെന്ന് അറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം അറിയാം. ഒരുമാതിരി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് മൊത്തം ഇവർക്ക് നല്ല നിശ്ചയമുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇവർക്ക് ചരിത്രത്തിലുള്ള കുറേ മനുഷ്യരെ നല്ല പരിചയമുണ്ട്. അവർക്ക് മാർക്സിനെ അറിയാം, ഹെഗൽസിനെ അറിയാം, ചിലർക്ക് ഫൂക്കോനെ അറിയാം, ചിലർക്ക് സാർത്തിനെ അറിയാം. അവർ ഞെട്ടിപ്പോയി. കാരണം ഫ്രാൻസിൽ തന്നെ സാർത്തിനെ ബുദ്ധിജീവികൾക്കാണ് നന്നായി അറിയാം, സാധാരണ മനുഷ്യർക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ഇവിടെ സാധാരണ ചായക്കടയിൽ വന്ന് പത്രം വായിച്ചിരിക്കുന്ന കക്ഷിക്ക് സാർത്തിനെ അറിയാം, സിമോൺ ദ ബൊവെ അറിയാം, ഷെനയെ അറിയാം. ഇവരാകെ ഞെട്ടി. ഇത്ര അറിവുള്ള മനുഷ്യർ അവരാകെ വട്ടായിപ്പോയി. പക്ഷെ അവരുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് ഞായറാഴ്ച ആയപ്പോഴാണ്. ഞായറാഴ്ച അവർ പള്ളിയിൽ പോയി നോക്കി. പള്ളിയിൽ പോയപ്പോൾ ഈ കക്ഷികളൊക്കെ പള്ളിയിലുണ്ട്. അവർക്കിത് മനസ്സിലായേ ഇല്ല. അപ്പോൾ അവിടെ മാർക്സിസ്റ്റ് ആയവരും എക്സിസ്റ്റൻഷ്യസ്റ്റ് ആയവരും കാഫ്കയെ വായിച്ചവരും സാധന വായിച്ചവർക്ക് ഒരു മനസാക്ഷി കുതിർത്തില്ലാതെ അവർ നേരെ പള്ളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് എത്ര ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല. കാരണം യൂറോപ്പിനെ സംബന്ധിച്ച് ഒരാളൊരു നിലപാടെടുത്താൽ ആ നിലപാടേ ഉള്ളൂ. ഒരാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ക്രിസ്ത്യാനി, അവന് പിന്നെ മാർക്സിസ്റ്റായിട്ട് ബന്ധമൊന്നുമില്ല, പറ്റുമില്ല. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ഒരേ സമയം മാർക്സിസ്റ്റും ആവും, പള്ളിയിലെ നല്ല കുട്ടിയാവും. നമ്മൾ വേണമെങ്കിൽ നമ്മൾ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ മൗലവിനെ കാണാനും പോവും, അവിടുന്ന് പൂജിച്ച സാധനം കൈ കിട്ടാൻ, എല്ലാം നമുക്ക് പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാണ് നമ്മൾ. ഇതെല്ലാം നമ്മൾ സുഖമായിട്ട് ഒരു മനസ്സാക്ഷി കുത്തമില്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ടാവേണ്ടി വന്നത്. ഈ തട്ടിപ്പുണ്ടല്ലോ, ഇത് തട്ടിപ്പ്. അത് പറയാം, ഇത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന് തെളിവൊന്നുമില്ല, അത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ആളുകളെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. എന്തിനാണ് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നത് പറ്റിക്കപ്പെടാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി. ഇപ്പോൾ ഇന്നലെ ഞാൻ ടി വിയിൽ കാണുന്നത് ഇടുക്കിയിലുള്ള സ്ത്രീയുടെ 17 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ വന്നു. അപ്പോൾ അതിലവർ കയറി അവരോട് സംസാരിക്കാൻ തുടങ്ങി, ടെലിഗ്രാമിൽ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പൈസ ആകുമ്പോൾ ഇതും കൂടി തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഇവർ കുറച്ച് പൈസ അടച്ചു. ഇവർ ട്രാപ്ഡായിട്ട് 17 ലക്ഷം രൂപ. ഇവരെ സ്വർണ്ണം ഇവർ കുറച്ച് പണയം വെച്ചു. അത് കഴിഞ്ഞ് അത് മതിയാവാതായപ്പോൾ അവർ വിറ്റു. അത് കഴിഞ്ഞിട്ട് അവരുടെ മതിയാവാതായിട്ട് അവർ അനിയത്തിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റു. ഇതെല്ലാം കൂടി കൊടുത്തു. അവസാനം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ടെലിഗ്രാമിൽ ആ അക്കൗണ്ടേ ഇല്ല. ഇത്ര എളുപ്പത്തിൽ പറ്റിക്കപ്പെടാവുന്ന ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾ പറ്റിക്കപ്പെടുന്ന പോലെ വേറെ ഒരു സമൂഹത്തെയും പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ മോശയുടെ വടി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപകൾക്ക് ആളുള്ളത് വാങ്ങിച്ചു പോകും.
എന്തുകൊണ്ടാണ് മലയാളികളെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് മലയാളികളെ ഇന്ത്യ മൊത്തം എടുത്താൽ ഇപ്പോൾ തമിഴിനൊന്നും ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല, ബീഹാറുകാർ അത്ര പോലും പറ്റിക്കാൻ പറ്റില്ല, മലയാളീനെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മുടെ സാക്ഷരതയാണ്. നമ്മുടെ എല്ലാവരും വായിക്കും എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിൽ 2-3 പത്രങ്ങളിൽ ഫ്രണ്ട് പേജ് പരസ്യം വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ മലയാളികളും അത് കണ്ടിട്ടുണ്ടാവും. ഈ പരിപാടി തമിഴ്നാട്ടിൽ നടക്കൂല, ബീഹാറിൽ നടക്കൂല. അവിടെ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല, കാരണം മനുഷ്യർക്ക് വായിക്കാറില്ല. വായിക്കാറില്ല പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ കൂളായിട്ട് ഈ സാധനം വായിക്കുകയും നമ്മൾ അത് കയറി പോയി കളയുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുന്നതൊക്കെ വിചാരിച്ചിട്ട് വേറെ ആരോട് പറയാതെ പോയിട്ട് അപകടത്തിൽ നമ്മൾ പോയിട്ട് ആ ചാടുകയും ചെയ്യും. ഇതാണ് ശാസ്ത്രത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പറ്റിക്കപ്പെടാതെ ജീവിക്കാനായിട്ടുള്ള ശേഷിയാണ്. അതിന് ഭാഗമായിട്ടാണ് നമ്മൾ പരിണാമത്തെക്കുറിച്ചും എവല്യൂഷനെക്കുറിച്ചിട്ടും സയൻസിൻ്റെ ജാഗ്രതയെക്കുറിച്ചിട്ടും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ കോളേജിൽ വരുമ്പോൾ നമ്മൾ 3 വർഷമാണോ 4 വർഷമാണോ ഡിഗ്രി? 2 ഉണ്ട്. ഓക്കെ, നമ്മൾ 3 വർഷം സുവോളജി പഠിച്ചിട്ടും ഒരു പരുക്ക് പറ്റാതെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും അല്ലേ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ മന്ദബുദ്ധിതരമായിട്ട്, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളായിട്ട്, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്തുള്ള നമ്മുടെ ലോകബോധമായിട്ട് തന്നെ 3-4 വർഷം സുവോളജി പഠിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഈ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിച്ചിട്ടേ ഉണ്ടാവില്ല, നമ്മൾ അകത്തേക്ക് എടുത്തിട്ടേ ഇല്ല. ഇത് അകത്തേക്ക് എടുക്കാതെ പുറത്ത് നിർത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ എടുക്കൂല, ഇതിങ്ങനെയാണോ എന്ന് നമ്മൾ അന്വേഷിക്കൂല. അതിന് പകരം ഈ പഠിക്കുന്ന മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? അത് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എടുക്കുകയും നമ്മൾ അകത്തേക്ക് എടുക്കാതെ പുറത്ത് തന്നെ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ പരീക്ഷ പേപ്പറിലേക്ക് എഴുതി കൊടുത്ത് ഒരു തരത്തിലൊരു മാറ്റം വരാതെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ശാസ്ത്ര പഠനത്തിൻ്റെ കുഴപ്പം. ഇത് നമ്മളെ മാറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ ലോകബോധത്തെ അത് മാറ്റി തീർക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടുകൾ അത് തിരുത്തുന്നില്ലെങ്കിൽ, നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നില്ലെങ്കിൽ, പിന്നെ ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് സുവോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസാണ്. നാച്ചുറൽ സയൻസ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സോഷ്യൽ സയൻസ് ഡയമെൻഷൻ അത്രമാത്രം ആഴമുള്ളതാണ്, പരപ്പുള്ളതാണ്. ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാന ബോധം സയൻസ് മുന്നോട്ട് വെച്ച സുവോളജി മുന്നോട്ട് വെച്ച പ്രധാന ബോധം, നമ്മളെല്ലാ മനുഷ്യരും ഒരൊറ്റ സ്പീഷീസാണെന്നുള്ളതാണ്. ഇങ്ങനൊരു ബോധം പണ്ടില്ല. നോക്ക്, അവർ വിൽക്കാം, വാങ്ങാം, മൃഗങ്ങളെ പോലെ കൈമാറ്റം ചെയ്യാം, പണിയെടുപ്പിക്കാം, ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചത്തുപോയാൽ അവിടെ ഇട്ടിട്ട് പോവാം. അങ്ങനെയുള്ള സമൂഹങ്ങളുണ്ട്. കറുത്ത വർഗ്ഗക്കാർ അങ്ങനെയുള്ളവരാണ്, അവർ കച്ചവട ചരക്കാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിൽ വന്നിട്ടാണ് സുവോളജി പറയുന്നത് അങ്ങനെയല്ല, നിങ്ങളൊരൊറ്റ സ്പീഷീസാണ്, നിങ്ങൾ ഇണ ചേർന്നാൽ ഫേർട്ടൈലായിട്ടുള്ള കുട്ടിയെ പ്രസവിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരൊറ്റ സിംഗിൾ സ്പീഷീസ് ആണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. ഇവിടെ സാഹിത്യ അക്കാദമി ഹാൾ എന്നിട്ട് ഹാളുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് തൃശ്ശൂർ. അവിടെ ഒരു എക്കണോമിസ്റ്റിൻ്റെ ടോക്ക് കേൾക്കാൻ വന്നതാണ്. അദ്ദേഹം ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടോക്ക് കേൾക്കാൻ ഞാൻ ഓഡിയൻസിനിടയ്ക്ക് ഇരിക്കുന്നു. ഒരു സാധു മനുഷ്യൻ മെലിഞ്ഞിട്ട് അദ്ദേഹം വന്ന് റോസത്ത് നിന്നിട്ട് പറഞ്ഞു, ഐ ആം കമ്മിങ് ടു കേരള ഫോർ ദ ഫസ്റ്റ് ടൈം, ബട്ട് ഐ ഹാവ് എ കണക്ഷൻ വിത്ത് കേരള. മൈ ഗ്രാൻഡ് മദർ was bought from Kerala. നമ്മൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ പാലക്കാട് എന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ്, അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ ഹൈദരാബാദിലേക്ക്. അങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മൃഗങ്ങളെ പോലെ ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് കൂട്ടിനകത്തിട്ടിട്ട്, നഗ്നരായിട്ട് കൂട്ടിനകത്തിട്ടിട്ട് കാശ് വെച്ചിട്ട് അവർ വന്ന് കാണാൻ വേണ്ടി എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് കാശ് വാങ്ങിച്ചിരുന്ന സമൂഹത്തിന് മുന്നിൽ സുവോളജി പറഞ്ഞത് അങ്ങനെയല്ല, ഒരൊറ്റ സ്പീഷീസാണ്, നിങ്ങൾ ഒരുമിച്ചാണ്, ഒരൊറ്റ സ്പീഷീസാണ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. മറ്റൊന്ന്,
ബ്രഹ്മം എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന സാധനമുണ്ട്. ഈ മനുഷ്യൻ അത് പൊട്ടിച്ച് പാളീസായി കാണും. ഇപ്പോൾ പറഞ്ഞ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഇത് വന്നത്? സാധാരണ ഇങ്ങനെ പറയും, എനിക്ക് ഒരു അച്ഛനമ്മ, അവരുടെ അടുത്ത ജനറേഷൻ നോക്കിയ 4 പേര്, അതിന് മുകളിലേക്ക് നോക്കിയ 8 പേര്, അതിന് മുകളിലേക്ക് നോക്കിയ 16 പേര്. നിങ്ങളൊരു വെറും 200 വർഷത്തെ പുറകിലേക്ക് നോക്കിയാൽ ഏകദേശം 4000 ചില മനുഷ്യർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീൻസിലേക്ക്, നമ്മുടെയൊക്കെ ജീൻസിലേക്ക്. അവരൊക്കെ ജീവിച്ചിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ കഷ്ടതകൾ, എന്തൊക്കെ പലായനങ്ങൾ, എന്തൊക്കെ ഭീകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അവരുടെ സന്തോഷങ്ങൾ, അവരുടെ കവിതകൾ, അവരുടെ കഥകൾ, അവർക്ക് പറയാനുള്ള അനുഭവങ്ങൾ, അത്രയും അനുഭവങ്ങളുടെ ശേഷിപ്പായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പിറന്നു വീഴുന്നതെന്നും അതിനാണ് ഇൻഹെറിറ്റൻസ് പറയുന്നതെന്നും തെളിയിച്ച മനുഷ്യനാണ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ രസകരമായിട്ടൊരു കഥ കൂടി നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് കേൾക്കേണ്ട ആവശ്യമുണ്ട്. മെൻ്റലിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗൃഹജുഹാൻ മെൻ്റൽ പീസ് നടത്തിയ വർക്കിനെ കുറിച്ചിട്ട്. ഇതപ്പോൾ തന്നെ അമേരിക്കയിലേക്ക് എടുത്തിട്ട് അത് മറ്റെല്ലാത്തിലൊക്കെ അപ്ലൈ ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു, മറ്റൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്കൂളിൽ വെച്ചിട്ട്, കോളേജിൽ വെച്ചിട്ട്, അല്ല സ്കൂളിലൊക്കെ വെച്ചിട്ട് ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിച്ച ക്യാരക്ടർ ഏതായിരുന്നു? ഹ്യൂമൻ ബോഡിയിലെ ക്യാരക്ടർ. താങ്ക് യു. ഏത് ക്യാരക്ടറാണ് നമ്മൾ പഠിച്ച ആദ്യം? ഹ്യൂമൻ ക്യാരക്ടേഴ്സ്. ഇപ്പം പീസിൻ്റെ മെൻ്റൽ പഠിച്ചിട്ടില്ല, പയർ ചെടിയിലുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതിൻ്റെ കളർ കാര്യങ്ങൾ. അതുപോലെ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? എന്ത്? പിന്നെ ഏറ്റവും ആദ്യം പഠിക്കുക ഐ കളറാണ്, കണ്ണിൻ്റെ നിറം. ഈ ചെങ്ങാതി എടുത്തിട്ട് ഈ അദ്ദേഹത്തിൻ്റെ സയൻസ്, അപ്പോൾ ഇദ്ദേഹം ഇതൊരു പഠനം കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പയറുചെടികളെ കുറിച്ച് മാത്രമുള്ള കണ്ടുപിടുത്തമാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഇങ്ങനെ ആവണമെന്നില്ല എന്നുള്ള ഡിസ്ക്ലെയിമർ ഗൃഹജുഹാൻ മെൻ്റൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഡിസ്ക്ലെയിമറിനെ മാറ്റിക്കൊണ്ട് ഇദ്ദേഹം കൊണ്ടുപോയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അത് എല്ലാ കാര്യത്തിലും ഒരു ഡോമിനൻറ്റ് ജീൻ ഉണ്ടാവും, ഒരു റിസീവ് ജീൻ ഉണ്ടാവും. അപ്പോൾ അത് ഡോമിനൻറ്റ് ജീൻ റിസർവ് കിട്ടുന്ന ആൾക്ക് അതായിരിക്കും ക്യാരക്ടർ. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഐ കളറാണ്. അപ്പോൾ അതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഐ കളറുണ്ട്, ബ്ലൂ ഐ കളറുണ്ട്. അപ്പോൾ ബ്ലൂവും ബ്ലാക്കും തമ്മിൽ ബ്ലൂ ഉള്ള ഒരാളും ബ്ലാക്ക് ഉള്ള ഒരാളും തമ്മിൽ മേറ്റ് ചെയ്താലും ഉണ്ടാവുന്ന കുട്ടി ഉറപ്പായിട്ടും ബ്ലാക്ക് ആവും എന്നുള്ള സിദ്ധാന്തം അടിച്ചിറക്കി. രണ്ടാമത് ഹെയർ ടെക്സ്ചറിനെ കുറിച്ചിട്ടായിരുന്നു, ചുരുണ്ട മുടി, നീളമുള്ള മുടി, അത് തമ്മിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കളറിൽ ബ്ലാക്ക് ഡോമിനൻ്റ് ആയതുപോലെ ഹെയറിൽ ചുരുണ്ട മുടിയാണ് ഡോമിനൻ്റ് ക്യാരക്ടർ. അപ്പോൾ ചുരുണ്ട മുടിയുള്ള ഒരാളും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയുള്ള ഒരാളും ഇണ ചേർന്നാൽ ഉണ്ടാകുന്ന കുട്ടി ഉറപ്പായിട്ട് ചുരുണ്ട മുടിയാവും എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയിട്ട് ആ തരത്തിലാണ് മെൻ്റലിസം ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു മനുഷ്യൻ ഒരു സ്റ്റഡി നടത്തി. അങ്ങനെ പഠിച്ച വിദ്യാർത്ഥികളും ഇതങ്ങനെയല്ല, ഹ്യൂമൻസിന് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്, ഡോമിനൻസ് വർക്ക് ചെയ്യുന്ന രീതിയേ അതല്ല. പക്ഷേ ഈ മെൻ്റലിനെ അങ്ങനെ തന്നെ എടുത്ത് സ്കൂൾ സിലബസിലേക്ക് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് അത് പഠിച്ചു വരുന്ന കുട്ടികൾ റേസിസ്റ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള പുതിയ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ വംശീയമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതേസമയം മോഡേൺ റിയാലിറ്റി പഠിപ്പിച്ച കുട്ടികൾ വംശീയമായിട്ടല്ല ചിന്തിക്കുന്നത്. സയൻസ് പഠിപ്പിക്കുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളെ അധ്യാപകരെ അന്വേഷിക്കണം. ഇതാരെ കണ്ടുപിടിച്ചത്, ഇതാരാണ് പിന്നെ അതിനെക്കുറിച്ച് എഴുതിയത്, ആ കണ്ടുപിടിച്ച കാര്യത്തെ നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ടാണോ ക്ലാസ് റൂമിൽ വരുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് എന്ന് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിൽ പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡിസ്കവറി. ഇത് വരുന്നതോട് കൂടിയിട്ട് പരിണാമത്തെ സിദ്ധാന്തത്തിന് കൃത്യമായിട്ടുള്ള അടിത്തറ ഉണ്ടാവുകയാണ്, തെളിവുകൾ ഉണ്ടാവുകയാണ്. ഈ സെയിം മെറ്റീരിയലാണ്, ജനറ്റിക് മെറ്റീരിയലാണ് മൈക്രോബ്സ് മുതൽ മനുഷ്യൻ വരെ എല്ലാവരും ഷെയർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയപ്പെടുകയാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളും കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാവുകയാണ്. നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ജീവികൾ തമ്മിൽ ജനറ്റിക് ടോട്ടൽ മെറ്റീരിയൽ എടുത്താൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് അത് മാറുകയാണ്. ഈ കക്ഷി അറിയോ? സുവോളജി PG പഠിക്കുന്നത് ജോസഫ് എലയാണ്. ജോസഫ് എലയെ നമ്മൾ, എൻ്റെ സബ്ജക്റ്റ് എൻറ്റമോളജിയാണ്. എൻറ്റമോളജി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ? സ്റ്റഡി ഓഫ് അല്ല, ഒന്നുകൂടി ആലോചിച്ചു. എൻറ്റമോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണെന്ന്. എന്താ പേര്? നെസ്ല.
നെജില പറഞ്ഞത് എൻറ്റോമോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്നാണ് അല്ലേ. നമ്മൾ ആ ഡെഫിനിഷൻ മാറ്റി. നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ എൻറ്റോമോളജി ഈസ് എ സ്റ്റഡി ഓഫ് നേച്ചർ യൂസിങ് ഇൻസെക്ട്സ്. ഓക്കെ, ഇത് ഇൻസെക്ട്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയുള്ള പരിപാടിയല്ല. ഇത് പ്രകൃതിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസെക്ട്സ് ഉപയോഗിച്ച് പഠിക്കുന്ന മേഖലയൊക്കെയാണ് നമ്മൾ എൻറ്റോമോളജി എന്ന് പറയാം. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതരുത്, മാർക്ക് കിട്ടും. ഈ സയൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം അതാണ്. ടീച്ചേഴ്സിന് ആ പ്രശ്നമില്ല. ഒരു ടീച്ചറാകുമ്പോൾ ടീച്ചർ കൃത്യമായിട്ട് പഠിപ്പിക്കും. ഞങ്ങൾ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ട് ഈ സയൻസിനുള്ളിലുള്ള ഒഴിവിടങ്ങളും ഇരുണ്ട സ്ഥലങ്ങളും ഇനി മുന്നോട്ട് പോകേണ്ട വഴികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നും ഒരു പരീക്ഷ എഴുതരുത് എന്ന ഒരു ഡിസ്ക്രൈബർ പറയാം. ഈ കക്ഷിയെ നമ്മൾ വിളിക്കുന്ന റണ്ണവേ ഡോട്ടർ എന്നാണ്. ആരാ റണ്ണവേ ഡോട്ടർ? ജോസഫില്ല, നമ്മുടെ റണ്ണവേ ഡോട്ടർ എന്ന് പറയും. റണ്ണവേ ഡോട്ടർ എന്ന് വെച്ചാൽ തറവാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി വേറൊരു സബ്ജക്റ്റിൽ പോയിട്ട് സെലിബ്രിറ്റി ആയ കക്ഷിയാണ് ജോസഫിൽ. എൻറ്റോമോളജിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. നമ്മുടെ സ്വന്തം കുട്ടിയായിരുന്നു. കക്ഷി പോയിട്ട് ജെനറ്റിക്സിൽ ഭയങ്കര സെലിബ്രിറ്റിയായി മാറി. ജോസഫിലെയാണ് ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ധാരാളം ജെനറ്റിക് ഡിസ്കവറീസ് ഈ ജീവി വെച്ചിട്ട്. കാരണം എന്താ, അതിൻ്റെ വളർത്താൻ വളരെ എളുപ്പമാണ്. ഫ്രൂട്ട് ഫ്ലൈ ആണ്. കുറച്ച് പഴം വെച്ച് കഴിഞ്ഞാൽ കക്ഷി വരും. ധാരാളം ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഐ കളർ നോക്കാം, വിങ്ങിൻ്റെ ഷേപ്പ് നോക്കാം. ധാരാളം ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ധാരാളം പഠനങ്ങൾ നമ്മുടെ അറിവുകൾ മുഴുവൻ തന്നെ രൂപീകരിക്കുന്നില്ല. ഡെവലപ്മെൻറ്റ് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ, മോളിക്കുലർ ബയോളജി, ബയോകെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ, എവല്യൂഷണറി ബയോളജി, ന്യൂറോ ബയോളജി, സർക്കേഡിയൻ റിഥം. സർക്കേഡിയൻ റിഥം നിങ്ങൾക്ക് അറിയാം? സർക്കേഡിയൻ റിഥം അപ്പോൾ ഞാനൊരിക്കൽ ചെറിയ സ്കൂളിലെ കുട്ടികളോടെ സർക്കാരിൻ്റെ ദിവസം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, നമ്മൾ രാവിലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുന്നേക്കുമല്ലോ, അത് എഴുന്നേക്കാൻ കാരണം? അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ കുട്ടി പറഞ്ഞാൽ അത് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അപ്പോൾ അമ്മ എഴുന്നേക്കുന്നത് എങ്ങനെയാണ്? അത് അലാറം വെച്ചുണ്ട്. ഞാൻ തോറ്റുപോയി. ശരിക്കും ഈ സാധനം സർക്കാർ ഇതെന്നുള്ള സാധനം കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ സർക്കാർ ഇതത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ജോസഫില മാറിയിട്ടുണ്ട്. ഡിസീസ് മോഡൽസ് നമുക്ക് മനുഷ്യരിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം പഠനങ്ങൾ തരുന്ന ഒരു മേഖലയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത് ജെം തിയറി. പണ്ടൊക്കെ അസുഖം വരിക എന്നുള്ളത് അയാളുടെ എന്തോ കുഴപ്പമായിട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത്. മുജ്ജന്മ പാപമാണെന്നൊക്കെ പറയും. അത് പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് ഈ അസുഖം വരുന്നതിനൊക്കെ പൊളിച്ചെടുക്കുന്നത് ഈ മനുഷ്യനാണ്. ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യനാണ്. സൂക്ഷ്മജീവികൾക്ക് അസുഖം ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യൻ്റെ ബോധമാണ് മാറ്റി കളയുന്നത്. അപ്പോൾ എന്താ, അങ്ങനെ ജന്മ പാപം ഉണ്ടെങ്കിൽ ആ പാപം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പണിയൊക്കെ എടുത്ത് ജീവിതം തീർന്നു പോകും. ഇതായിരുന്നു മനുഷ്യന്. ആ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യണം, അവിടെ പോകണം, ആ ജോത്സ്യനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ട്. യാത്ര ചെയ്യാൻ പാടില്ല. പണ്ട് അങ്ങനെ പറയുന്നത് കടൽ കടക്കാൻ പാടില്ല. കടൽ കടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ സി വി രാമൻ പോലും കടൽ കടക്കുന്ന വലിയ പ്രശ്നമായിരുന്നു. UK കപ്പലിൽ പോകാന്നുള്ളത്. ഹിന്ദുക്കൾ കടൽ കടക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ പൊളിച്ചടക്കിയിട്ട് മനുഷ്യന് അസുഖം വരുന്നത് അയാളുടെ പാപം കൊണ്ടല്ല, മറിച്ച് ദിസ് എ ബയോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ലോകബോധത്തെ ആകെ അട്ടിമറിച്ചൊരു സയൻസിനെയാണ് നമ്മൾ സുവോളജി എന്ന് പറയുന്നത്. DNA സ്റ്റാറ്റിക് അല്ല. ബർബറ മാക്ലിൻടോക്ക് എന്നൊരു കക്ഷി കേട്ടിട്ടുണ്ടോ? ബർബറ മാക്ലിൻടോക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ നോക്കുമ്പോൾ 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ആൺകുട്ടികളെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ കാണുന്നത്. പെൺകുട്ടികൾ ഞാൻ എണ്ണുന്നില്ല. അതിനേക്കാൾ എത്രയോ കൂടുതൽ പെൺകുട്ടികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു ഏറിപ്പോയാൽ ഒരു 150 വർഷം മുന്നേ ഇതല്ല അവസ്ഥ. പെൺകുട്ടികളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് സയൻസിലേക്ക് അടുപ്പിക്കുകയുണ്ടായിരുന്നു. യൂറോപ്പിലെ സയൻസ് ജേർണലുകളിൽ സ്ത്രീകൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്നത്തെ പല സ്ത്രീകളും അതിനകത്ത് പേപ്പർ പബ്ലിഷ് ചെയ്ത് ആണുങ്ങളുടെ പേര് വെച്ചിട്ടാണ്. സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂലായിരുന്നു. എന്തിനു പറയണം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഓർക്കണം, അന്ന് അവിടുത്തെ ആദ്യത്തെ ഡയറക്ടർ CV രാമനാണ്. നോബൽ സമ്മാനം കിട്ടിയ CV രാമൻ അവിടെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ബോംബെയിലുള്ളൊരു പെൺകുട്ടി അവിടെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തു, MSc പഠിക്കാനായിട്ട്. അപ്പോൾ അഡ്മിഷൻ കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ IISc പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല.
ആൺകുട്ടികൾക്ക് മാത്രമേ അവിടെ പഠിക്കാൻ പറ്റൂ. ഈ പെൺകുട്ടിയാണെങ്കിൽ ബോംബെയിൽ പഠിപ്പോൾ ആ കുട്ടിയുടെ 2 അമ്മാവന്മാർ ശാസ്ത്രജ്ഞരായിരുന്നു. ഒരാൾ ബയോകെമിസ്ട്രി, വേറൊരാൾ മറ്റെന്തോ സബ്ജക്റ്റ്. അപ്പോൾ കുട്ടി ചെറുപ്പം മുതലേ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് വളർന്നതാണ്. ശാസ്ത്രത്തിൽ പ്രവൃത്തിയെടുക്കണമെന്ന് ഭയങ്കര കൊതിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. കമല എന്ന പേര്. കമല അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടിയില്ല. കമലയ്ക്ക് ആകെ വിഷമമായി. പക്ഷേ ബാംഗ്ലൂർ വന്നു, പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ നിയമമില്ല, പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനേ പറ്റൂല. ഈ കുട്ടി എന്നിട്ട് ചെയ്തത് അവിടെ സമരം ഇരിക്കുക ചെയ്തു. IAS മുന്നിൽ പോയിട്ട് സമരം ചെയ്തു. ഇതാകെ പ്രശ്നമായി, ലോകം അറിഞ്ഞു. അന്ന് പക്ഷേ പെൺകുട്ടികൾക്ക് ശാസ്ത്രം ചെയ്യാൻ പറ്റുന്നത്ര ബുദ്ധി ഉണ്ടെന്ന് പോലും ആരും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കണം, അതിന് കുറച്ച് മുന്നേ പെൺകുട്ടികൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പെൺകുട്ടികൾ, സ്ത്രീകൾ വോട്ട് ചെയ്യും. അവർക്ക് എന്തറിഞ്ഞിട്ട്, അവർക്ക് വിവരമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന സമയത്ത് നിന്ന് അവർക്ക് വോട്ടൊക്കെ കിട്ടി. പക്ഷെ എന്നാലും ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും പെൺകുട്ടിക്ക് ഇല്ല എന്ന് വിചാരിക്കുന്ന കാലത്താണ് IISc നിലവിൽ വരുന്നത്. CV രാമൻ അഡ്മിഷൻ കൊടുത്തില്ല. ഈ പെൺകുട്ടി സമരം ചെയ്യാൻ തുടങ്ങി ആകെ പ്രശ്നമായി. അവസാനം ചർച്ച ചെയ്ത് ഈ പെൺകുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാതെ നിർവാഹമില്ല എന്ന് വന്ന സമയത്ത് ചില കണ്ടീഷൻസ് ആ കുട്ടി സമ്മതിക്കുകയാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കാമെന്നായി. ആ കണ്ടീഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കേൾക്കണോ നിങ്ങൾക്ക്? ഒന്നാമത്തെ കണ്ടീഷൻ, പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടുള്ള യാതൊരു ഇളവുകളും തരുന്നതല്ല. ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തത്, ആ പെൺകുട്ടി എന്തെങ്കിലും ഗവേഷണ പ്രബന്ധം പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് CV രാമൻ നേരിട്ട് കണ്ട് അപ്രൂവ് ചെയ്താലേ പറ്റൂ. കാരണം ബുദ്ധിയില്ലാത്തവരാണല്ലോ. എന്തെങ്കിലും എഴുതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസിൽ ചെയ്ത പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി ഡയറക്ടർ, കാരണം സാധാരണ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ ഡയറക്ടർ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പെൺകുട്ടി ആയതുകൊണ്ട് ഡയറക്ടർ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തതും അവസാനത്തേതുമായ കാരണമാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാരണം. പക്ഷേ ഈ കുട്ടി അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളുടെ ശ്രദ്ധ മാറ്റിക്കളയുന്ന രീതിയിൽ പെരുമാറരുത്. ഇതാണ് അവസാനത്തെ കഥ. ഈ പാവം പെൺകുട്ടി അത് ഒപ്പിട്ടതിന് ശേഷമാണ് അവിടെ പഠിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് CV രാമൻ തീരുമാനം മാറ്റുന്നുണ്ട്, നിയമം മാറ്റുന്നുണ്ട്. ആ പെൺകുട്ടി അവിടെ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള വർഷം അവിടെ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. IISc പെൺകുട്ടികൾക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് സയൻസിലൊരു ഗുണം. അതാണ് CV രാമൻ സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടുള്ള ഗുണം. അതാണ് സയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് അയാൾക്ക് മുന്നിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്ത് അയാൾ തീരുമാനം എടുക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഗുണം. ആ സമയത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തി അവിടെ വന്നിട്ട് നിയമത്തെ CV രാമന് മുന്നിൽ പെൺകുട്ടികൾ അങ്ങനെയല്ല, ദേ ആർ ഈക്വൽ ആൻഡ് ഈവൻ മോർ എഫിഷ്യൻ ഓർ മോർ ബ്രില്യൻ്റ് ആൻഡ് ബോയ്സ് എന്നുള്ള പ്രൂഫ് പുള്ളിയുടെ കയ്യിൽ കിട്ടിയ സമയത്ത് പുള്ളി ആ നിയമം എടുത്ത് കളഞ്ഞു. അന്ന് മുതൽ അവിടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. കമല ഇന്ത്യയിലെ ആദ്യത്തെ PhD സ്കോളറാണ്. ആ കക്ഷി പിന്നീട് ചെയ്ത ഗംഭീരമായിട്ട് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, കമലയെ അന്വേഷിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ബർബറ മെക്കൻഡറിനെ കുറിച്ചാണ്. ബർബറ ജെനറ്റിസിസ്റ്റ് ആയിരുന്നു, മെയ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് ജമ്പിങ് ജീൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ജീൻസ് എന്നുള്ളത് അങ്ങനെ സ്റ്റാറ്റിക് അല്ല, ക്രോമസോമിൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയല്ല, അത് ജമ്പ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ബർബറെ എല്ലാവരും ചേർന്ന് കളിയാക്കുക ചെയ്തത്. കാരണം അതുവരെയുള്ള ജീൻസിനെ കുറിച്ചുള്ള സങ്കല്പം, കാരണം ജീനാണല്ലോ എല്ലാം തീരുമാനിക്കുക. നമ്മുടെ ഷേപ്പ് തീരുമാനിക്കണം, നമ്മുടെ ഹോർമോൺസ് തീരുമാനിക്കണം, പ്രോട്ടീൻസ് തീരുമാനിക്കണം, ജീൻ എക്സ്പ്രഷനിനനുസരിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള ജീൻ എങ്ങനെ ചാടിക്കളിക്കുക, അത് എവിടെയെങ്കിലും അടക്കി നിന്നല്ലേ പറ്റുള്ളൂ എന്നും വിചാരിച്ചിരുന്ന സമയത്ത് എല്ലാവരും ബാർബറയെ കളിയാക്കി. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജെനറ്റിക്സ് മോളിക്കുലർ ബയോളജി ബുക്ക് എടുത്ത് നോക്കൂ. ജമ്പിങ് ജീൻസ് എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ് ഫാക്റ്റാണ്. ഈ മദേഴ്സ് ഗിഫ്റ്റ് നമ്മൾ ബയോളജിയിൽ പറയുന്ന സാധനം എന്താ മദേഴ്സ് ഗിഫ്റ്റ്? നമുക്കൊക്കെ അച്ഛൻ തരാത്തതും അമ്മ മാത്രം തന്നതായിട്ടുള്ള സാധനം എന്താണ്? മൈറ്റോകോൺട്രിയ. ഈ സാധനം വീട്ടിൽ പോയിട്ട് പറയണേ അമ്മയോട്, നിങ്ങളാണ് നമുക്ക് ഈ മൈറ്റോകോൺട്രിയ തന്നത്, അച്ഛനെ തന്നിട്ടില്ല എന്ന് പറയണം. അപ്പോൾ വി ഗെറ്റ് മോർ ഫ്രം അവർ മദർ ദാൻ ഫാദർ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുന്ന മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ ഒരു കാലത്ത് മറ്റൊരു ജീവിയായിരുന്നു, അറിയാലോ നിങ്ങൾക്ക് ഇല്ലേ? പ്രിമിറ്റീവ് സെല്ലുണ്ടാവിന് ശേഷം ആ സെല്ലിൽ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് അതിന് ധാരാളം എനർജി കൊടുക്കുന്ന മറ്റൊരു ജീവി അതിനകത്തേക്ക് കയറി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ സിംബയോസിസ് എന്നാണ് സെല്ലുണ്ടാവുന്നത്. ചെടികളിൽ സെല്ലുണ്ടാകുന്ന സമയത്ത് അത് ക്ലോറോപ്ലാസ്റ്റ്,
അത് മറ്റൊരു ജീവിയായിരുന്നു, അത് അതിനകത്തേക്ക് വന്ന് കയറി. സത്യത്തിൽ അങ്ങനെയുള്ള കുറേ ജീവികൾ ചേർന്നിട്ടാണ് ജീവൻ എന്ന് പറയുന്ന ഒരു അൺഎൻഡിങ് ആയിട്ട് പോകുന്ന ഒരു റൺ സാധ്യമായത് എന്നുള്ള ബോധം നമുക്ക് തന്നത് ബയോളജിയാണ്. നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ധാരാളം ജീവികൾ ചേർന്ന ഒരു സംഘാതമാണ്. അത് പല ലെവലിലാണ്. നമ്മുടെ സെല്ലുകളിലൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഉറഞ്ഞു പോയ മൈറ്റോകോൺട്രിയ പോലുള്ള സോളിഡ് സ്റ്റാറ്റിക് സാധനങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ മൈക്രോബ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക എൻ്റെ പേര് സജീവ് എന്നാണ്, ഇതാണ് സജീവ് എന്നൊക്കെ നമുക്ക് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഉള്ളിൽ പുറത്തുമായിട്ട് ജീവിക്കുന്ന ധാരാളം ജീവികളുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ഞാനേ അല്ല, അത് വേറെ ഒത്തിരി മൈക്രോബ്സ് ചേർന്നിട്ടാണ്. ലക്ഷക്കണക്കിന് മൈക്രോബ്സ് ആണ്. അതിനെ നമ്മൾ മൈക്രോ ബയോം എന്നൊക്കെ വിളിക്കുന്നത്. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നമുക്ക് വിശക്കടകലെ പോലെയൊക്കെ തോന്നില്ലേ? വിശപ്പ് വരില്ലേ? സത്യത്തിൽ വിശപ്പ് വരുന്നത് നമുക്കല്ല, ഈ ബാക്ടീരിയ പറയണം എനിക്കെന്തെങ്കിലും വേണം. അതാണ് നമ്മുടേതായിട്ട് മാറുന്നത്. ഇവരാകെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളും ഡിസ്റ്റർബ്ഡ് ആവും. നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാതെ ദേഷ്യം വരികയൊക്കെ ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും കഴിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ മൈക്രോബയോമിൽ ഒരു ആറ്റം ബോംബ് വന്ന് വീണ അവസ്ഥ ഉണ്ടാവും. തകർന്ന് തരിപ്പണായി പോകും, വമ്പിടിച്ച് വാഷ് ഔട്ടായി പോകും. ഇത് രണ്ടാമത് നേരെയായാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് മുന്നോട്ട് മര്യാദയ്ക്ക് പോകാൻ പറ്റൂ. ഈ ബോധം ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ ജീവികളെല്ലാം ചേർന്ന് നമ്മളെ ജീവിപ്പിക്കുന്ന എന്നുള്ള ബോധം നമുക്ക് തന്നത് ബയോളജിയാണ്. പിന്നെ അതുകൂടി മുന്നോട്ട് പോയിട്ട് ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ജീവജാലങ്ങൾ മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള ജീവജാലങ്ങളും സുഖമായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്കും ശരിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം നമുക്ക് പറഞ്ഞു തന്നത് സുവോളജി തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിപ്പ ഔട്ട് ബ്രേക്കാണ്. നിപ്പ നമ്മൾ കേട്ടു അല്ലേ? എവിടെ നിന്ന് നിപ്പ വരുന്നേ? നിപ്പ അസുഖം നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വവ്വാലിൽ നിന്നാണ്, ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ്. കേരളത്തിൽ ഫ്രൂട്ട് ബാറ്റ്സിൻ്റെ പ്രത്യേകത അവരാണ് ഏറ്റവും വലുപ്പമുള്ള ബാറ്റ്സ്. അവരാണ് ഏകദേശം ഒരു രാത്രിയൊക്കെ 25-30 കിലോമീറ്ററൊക്കെ പറന്ന് നടക്കുന്ന ബാറ്റ്സാണ്. അവർക്ക് നല്ല ഉയരമുള്ള മരങ്ങൾ വേണം ജീവിക്കാൻ. ഈ ഫ്രൂട്ട് ബാറ്റ്സ് നമ്മൾ കാട്ടിൽ കാണുകയില്ല, ഫോറസ്റ്റ് അവർ ജീവിക്കുന്നേയില്ല. അവർ നോൺ ഫോറസ്റ്റ് ഏരിയാസാണ്, കാടിന് പുറത്താണ് അവർ ജീവിക്കുന്നത്. വലിയ മരങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ ഹാബിറ്റായിട്ട് പോകും. അവർ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശത്തേക്ക് അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അവിടെ വലിയ അഗ്രിഗേഷൻ ഉണ്ടാവും. പല സ്ഥലത്തും വലിയ മരങ്ങൾ മുറിച്ച് കളയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വവ്വാലുകളെല്ലാം ഒരുമിച്ച് ചെറിയൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. നിങ്ങളിവിടെ അടുത്തൊരു മാളുണ്ടല്ലോ, ശോഭ സിറ്റിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അറിയോ? ആര്യാസ്. ആ ആര്യാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ അക്കേഷ്യ മരം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ വഴി പോകുമ്പോൾ നോക്കൂ. ആ അക്കേഷ്യ മരത്തിന് അധികം പൊക്കമൊന്നുമില്ല, ചെറിയ പൊക്കേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നിറയെ ഫ്രൂട്ട് ബാറ്റ്സാണ്. അത്ര ചെറിയ സ്ഥലത്ത് അവർ സാധാരണ താമസിക്കില്ല. കാരണം ബാറ്റിൻ്റെ ഒരു പ്രശ്നം പക്ഷി പോലെയല്ല, അവർക്കൊരു കൊമ്പിന്ന് നേരെ മുകളിലേക്ക് പറന്നു പോകാൻ പറ്റില്ല. അവർക്ക് താഴേക്കൊന്ന് വീണതിന് ശേഷമേ പറക്കാൻ പറ്റുള്ളൂ, തൂങ്ങിക്കിടക്കുക ചെയ്യുക. അതിനുള്ള പൊക്കമുള്ള മരത്തിൽ അവരുണ്ടാവുക. ഇവിടെ അതല്ല, ആ ചെറിയ മരത്തിൽ പോലെ. എന്തുകൊണ്ടത്? അവർ ജീവിച്ചിരുന്ന വലിയ മരങ്ങളൊക്കെ പോയി. അങ്ങനെ അവർ ചെറിയ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? കോമ്പറ്റീഷൻ കൂടും, മത്സരിക്കേണ്ടി വരും. ഭക്ഷണത്തിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി മത്സരിക്കേണ്ടി വരും. അങ്ങനെ മത്സരം ഉണ്ടാകുന്ന സമയത്ത് അതിൽ വീക്കായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ. അതിന് പഞ്ഞു വയ്ക്കുന്നത് ഇനി എങ്ങനെ ശ്വാസം കഴിച്ച് രണ്ടാമത് ജീവൻ വെക്കാതിരിക്കാൻ വേണ്ട അല്ല, ശരീരത്തിൻ്റെ ചൂടിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ശരീരത്തിന് ഉള്ളിലുള്ള ജീവജാലങ്ങൾ പുറത്തേടാൻ ശ്രമിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്ന പോലെ വവ്വാലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാരസൈറ്റ്സ്, വവ്വാലുകളിലാണെങ്കിൽ ധാരാളം പാരസൈറ്റ്സ് ഉള്ള ജീവിയാണ്. കാരണം മാമലാണ്, വാം ബ്ലഡഡ്, വളരെ ഹെവി ആയിട്ട് പറക്കുക എന്നുള്ളത് വളരെ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മെറ്റബോളിക് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ഫീഡ് ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ധാരാളം മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സ് രക്ഷപ്പെടാൻ നോക്കും. അത് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണ് അതിൻ്റെ സലൈവയിലൂടെ, അതിൻ്റെ യൂറിനിലൂടെ ഈ നിപ്പ വൈറസ് പുറത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ആ സമയത്ത് മനുഷ്യരിലേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യുന്നു. സ്പീഷീസ് ജമ്പ് സംഭവിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവജാലങ്ങൾ മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള ജീവജാലങ്ങൾ ഹാപ്പിയായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ, ഹെൽത്തി ആയിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്കും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറഞ്ഞു തന്ന സബ്ജക്റ്റിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. ധാരാളം അസുഖങ്ങൾ, ധാരാളം സിൻഡ്രോംസ്. ഈ സിൻഡ്രോംസൊക്കെ
ഈ സിംറ്റംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഇതുപോലെ തന്നെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ്, കഴിഞ്ഞ ജന്മത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഈ അടുത്തൊരു പ്രൊഫസറ് പറയണ്ടായി, അങ്ങനെ പ്രകൃതി വിരുദ്ധ ലൈംഗികത കാരണമാണ് മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളുണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കാരണമാണ് എന്താണ്, അതിൻ്റെ ജെനറ്റിക് ബേസ് എന്താണ്, എന്ത് സംഭവിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള മാറ്റം ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞു തന്ന സബ്ജക്റ്റാണ്. ഇന്നിപ്പോൾ ഈ ഒരു അസുഖത്തെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ആ തരത്തിലുള്ള ലോകബോധത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത സബ്ജക്റ്റാണ് സുവോളജി. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 1990 തുടങ്ങിയിട്ട് 2020 എത്തുമ്പോഴേക്കും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ്. സാധാരണ ഏത് പ്രോജക്റ്റ് എടുത്താലും ആ പ്രോജക്റ്റിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ തീരാറുള്ളൂ. പക്ഷേ പ്രോജക്റ്റ് എൻ പീരീഡിൻ്റെ മുന്നേ തീർന്ന പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോ ജീനും എന്തൊക്കെ ക്യാരക്ടേഴ്സിനെയാണ് കോഡ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തുക. അതിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് ഇന്നിപ്പോൾ മോളിക്കുലർ മെഡിസിനൊക്കെ അവർ പുതിയ ഓഫ് ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് മാപ്പിംഗ് പ്രോസസ്സ് ഇന്ന് നമുക്ക് അറിയാം. നമ്മുടെ ഓരോ ക്യാരക്ടറും ഏത് ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നലെ ഞാനത് വായിക്കുകയായിരുന്നു. നമ്മുടെ ഈസ്റ്റേൺ ഏഷ്യയിൽ, സൗത്ത് ഈസ്റ്റേൺ ഏഷ്യയിലുള്ള ഒരു ട്രൈബുണ്ട്. ആ ട്രൈബിനുള്ള ക്വാളിറ്റി എന്താ വെച്ചാൽ അവർക്ക് വെള്ളത്തിനടിയിൽ നന്നായി കാണാൻ പറ്റും. അടിയിൽ വെള്ളത്തിൽ മുങ്ങി നീന്തുന്ന സമയത്ത് അവർ കണ്ണ് തുറന്നു വെച്ചാൽ നല്ലതായിട്ട് കാണാൻ പറ്റും. അത് ഒരു പെർട്ടിക്കുലർ ജീനിലെ മ്യൂട്ടേഷൻ കാരണമാണ് അവർക്ക്, കാരണം അത് അവരുടെ അതിജീവനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ ആഫ്രിക്കയിലുള്ള ചില സ്ഥലങ്ങളിൽ മസിൽസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ശേഷി കൊടുക്കുന്ന ജനറ്റിക് മോഡിഫിക്കേഷൻ അവർക്കുണ്ടായിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? സിക്കിൾ സെൽ എന്താ സംഭവം? അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ വന്നത്? അതെ, മ്യൂട്ടേഷനാണ്. പക്ഷെ അങ്ങനെ ഒരു മ്യൂട്ടേഷൻ വരികയും അത് നിലനിൽക്കാൻ ചെയ്യാനായിട്ട് ടീച്ചറൊന്ന് ഉറക്കെ പറയോ? മലേറിയ വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ചും കാടിനോട് ചേർന്ന മേഖലയിൽ മലേറിയ കാരണം ധാരാളം മരണങ്ങളുണ്ടാവും. മലേറിയ പരത്തുന്ന ഒരു പാരസൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഏതാ പാരസൈറ്റ്? പ്ലാസ്മോഡിയാണ്. ഈ പ്ലാസ്മോഡിയ എവിടെയാണ് ജീവിക്കുക? എവിടെ ജീവിക്കുക? മനുഷ്യ ശരീരത്തിലെത്തിയാൽ, മനുഷ്യൻ്റെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ പ്ലാസ്മോഡിയ എവിടെ ഉണ്ടാവുക? RBCയുടെ ഉള്ളിലാണ്. അപ്പോൾ RBC എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിലിരുന്നാൽ, RBCയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കലാണ്, നടുക്കൊരു ചെറിയ ഡിപ്പുണ്ട്. ആ കറക്റ്റ് ഷേപ്പുള്ള RBCൻ്റെ ഉള്ളിൽ മാത്രമേ ഈ പാരസൈറ്റിന് ജീവിക്കാൻ പറ്റുള്ളൂ, പ്ലാസ്മോഡിയത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ RBCയുടെ ഷേപ്പ് മാറി അരിവാൾ പോയാലായി കഴിഞ്ഞാൽ ഈ പാരസൈറ്റ്സിന് അതിന് ജീവിക്കാൻ പറ്റില്ല. പാരസൈറ്റിന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് മലേറിയ വരുമില്ല. അപ്പോൾ കേരളത്തിലെ ആദിമ നിവാസികളെ സംബന്ധിച്ച്, കാട്ടിൽ ജീവിക്കുന്ന ആദിമ നിവാസികളെ സംബന്ധിച്ച് മലേറിയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള അവരൊരു അനുകൂലനമായിരുന്നു, അഡാപ്റ്റേഷനായിരുന്നു സിക്കിൾ സെൽ RBC. അത് പിന്നീട് അങ്ങനെ വരുമ്പോൾ RBCയുടെ ഷേപ്പ് മാറുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതിന് വേണ്ടത്ര ഓക്സിജൻ കൊണ്ടുപോകാൻ പറ്റില്ല. അത് പല തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ ഇതിൻ്റെ ജനറ്റിക് ബേസ് കണ്ടെത്തുകയും അതൊരു ശാപം കൊണ്ടല്ല എന്നും അതൊരു വിധി കൊണ്ടല്ല എന്നും ഇത് ദൈവനിശ്ചയം കൊണ്ടല്ല എന്നും ഒക്കെ തിരിച്ചറിയുന്ന തരത്തിൽ അതിനെ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖയുടെ പേരാണ് സുവോളജി എന്നുള്ളത്. ഈ കക്ഷി അറിയോ? റേച്ചൽ കാർസനെ അറിയില്ല? റേച്ചൽ കാർസൺ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് സൈലന്റ് സ്പ്രിംഗ് എന്നായിരുന്നു, നിശബ്ദ വസന്തം എന്നായിരുന്നു. കാർസൺ ചോദിച്ച വളരെ ലളിതമായൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ വസന്തകാലത്ത് സ്പ്രിംഗ് ആകുമ്പോൾ പക്ഷികളുടെ ഒന്ന് ശബ്ദപ്പട്ടത്തെ പോലെ പക്ഷികളെ കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? അത് അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കാർസൺ എത്തിപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. അത് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കൊണ്ടാണ്. ധാരാളമായിട്ട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു. പെസ്റ്റിസൈഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം പക്ഷികൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അവരുടെ മുട്ടത്തോടിൻ്റെ തിക്നെസ് കുറയുന്നു. മുട്ട ഇടുന്ന സമയത്ത് തന്നെ മുട്ട പൊട്ടിപ്പോകുന്നു, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു കണ്ടെത്തലായിരുന്നു അത്. ഇന്നിപ്പോൾ ലോകത്ത് പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള പ്രോസസ്സ്, എൻവയോൺമെൻ്റൽ ആക്ടിവിസം തുടങ്ങുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. ബയോളജിയിൽ നിന്ന് തുടങ്ങിയ ഒരു സംഭവമാണ്. ഈ ലോകത്ത് പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും
ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് വാശി പിടിക്കുന്ന, അതിനുവേണ്ടി സമരം ചെയ്യുന്ന, അതിനുവേണ്ടി ജീവൻ കളയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കൊടുത്ത ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓപ്പോൾ കുഞ്ഞാടത്തി എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ? കവിത കേട്ടിട്ടുണ്ടോ? ONV അറിയോ ആർക്കെങ്കിലും? ചൊല്ലാന്നറിയോ കുഞ്ഞാടത്തി? ഇല്ല, പഠിച്ചില്ലേ? ആർക്കൊക്കെ ചൊല്ലാനറിയാം? നീ ചൊല്ലുവോ? കുഞ്ഞടുത്തൊരു കഥ അറിയോ? കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. ഞാൻ ചൊല്ലി ബോറാക്കല്ല. ബേസിക്കലി ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഒരു കാലത്ത് നമ്മുടെ സാഹിത്യം, നമ്മുടെ സിനിമ, നമ്മുടെ നാടകം മുഴുവൻ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് വിവാഹത്തിന് മുന്നേ പെൺകുട്ടികൾ ഗർഭിണികളാവുക എന്നുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം അതെ. കുഞ്ഞടത്തി എന്നുള്ള കവിതയിൽ അതാണ് സംഭവം. ചെറിയ കുഞ്ഞാണ് കവിത പറയുന്നത്, കുഞ്ഞടത്തിയാണ്. കുഞ്ഞടത്തിയും ആണ് കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവർ തമ്മിലാണ്, കുഞ്ഞടത്തിയാണ് എല്ലാം പഠിപ്പിക്കുന്നത്, കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പുഴയെക്കുറിച്ച് പറയുന്നുണ്ട്. പുഴ എല്ലാവരുടെയും അമ്മയെന്ന് പറയുന്നുണ്ട്. അത് ഒഴുകി വരുന്ന ഒത്തിരി നമ്മളെ കാണാൻ, അപ്പോൾ ഉണ്ണി ഒത്തിരി സംശയം ചോദിക്കും. അപ്പോൾ എല്ലാം ഉണ്ണിയെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു കൊടുക്കും. പുഴ ഒഴുകി വരുന്നത് അത് ഉണ്ണിയെ കാണാൻ മലയിൽ നിന്ന് വരികയാണ്. പൂക്കൾ വിരിയുന്നത് എന്തിനാണ്? അത് ഉണ്ണിയെ കാണിച്ച് കൊതിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയായിട്ട് ഭയങ്കര ബോണ്ടഡ് ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം കുഞ്ഞടത്തിയെ കാണില്ല. കുഞ്ഞടത്തി നേരെ പുഴയിലിറങ്ങി ആത്മഹത്യ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ആളുകളിങ്ങനെ പറയുന്ന സമയത്ത് ഈ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആരോ പറയുന്നുണ്ട് കുഞ്ഞടത്തിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു എന്ന് ആരോ അങ്ങനെ പറയുന്നു. അപ്പോൾ അത് ഗംഭീര വേറൊരു സിനിമയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സിനിമയിൽ, നമ്മുടെ കവിതയിൽ ഇതൊരു പ്രശ്നമേ അല്ല. ആണോ? എന്തുകൊണ്ടാണ്? അത് കോൺട്രസെപ്റ്റീവ്സ് വന്നുകൊണ്ടാണ്. വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ബയോളജിക്കകത്ത് ഉണ്ടായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തൽ എങ്ങനെയാണ് സാഹിത്യത്തെ മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് കഥയെ മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് സിനിമയുടെ, നോവലിൻ്റെ തീമിനെ മൊത്തം മാറ്റിമറിച്ചിട്ട് പുതിയൊരു മേഖലയിലേക്ക്. ഇന്ന് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നുണ്ടാവില്ല. ഈ തരത്തിൽ സുവോളജി എന്ന് നമ്മൾ പറയുന്നത് ഈ വരണ്ട കുറേ വിവരങ്ങളല്ല, മറിച്ച് എല്ലാ ശാസ്ത്ര മേഖലയിലും ഈ സമൂഹത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന തരത്തിലുള്ള ധാരാളം അറിവുകൾ നിരന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു വിഷയത്തിൻ്റെ പേരാണ് സുവോളജി എന്നുള്ളത്. നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നു, റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അതെങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പഠിച്ചു വരുന്നൊരു തലമുറ ഉണ്ടാവുന്നു, തെറ്റിദ്ധാരണകൾ ഒഴിവാകുന്നു. ഈ തരത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം അസുഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ട്. ധാരാളം അസുഖങ്ങളെ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ചില അസുഖങ്ങളുടെ വ്യാപനത്തെ തടയാൻ പറ്റിയിട്ടുണ്ട്. ചില അസുഖങ്ങൾ വന്ന ആളുകളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കക്ഷി കേട്ടിട്ടുണ്ടോ? സിമോൺ ദ ബോവർ. ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് സെക്കൻഡ് സെക്സ് എന്നാണ്. ആരാണ് സെക്കൻഡ് സെക്സ്? സെക്കൻഡ് സെക്സ് വെച്ച് പെൺകുട്ടികളാണ്. ഫസ്റ്റ് സെക്സ് മെയിലും സെക്കൻഡ് സെക്സ് ഫീമെയിലും ആയിട്ട് ധരിച്ചിരുന്നൊരു കാലത്ത് സിമോൺ ദ ബോവർ മുന്നോട്ട് വന്നിട്ട് പറയാം അങ്ങനെയല്ല, സെക്സ് എന്നുള്ളതും ജെൻഡർ എന്നുള്ളതും രണ്ട് കാര്യമാണ്. സെക്സ് എന്നുള്ളത് ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യോളജിക്കലാണ്. നിങ്ങളുടെ സെക്സ് ഫീമെയിൽ എന്നുള്ളത് ബയോളജിക്കലായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ജെൻഡർ ഫീമെയിൽ എന്നുള്ളത് ഈ സമൂഹം നിർണ്ണയിച്ചതാണ്. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട്, പെൺകുട്ടികൾക്ക് വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട്, ആണുങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ടൈപ്പ് ടാബൂസ് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് വേറൊരു സെറ്റ് ടാബൂസ് കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ നിർമ്മിച്ചെടുത്തതാണ്, തന്നെ ഉണ്ടായതല്ല. ഈ സമൂഹം നിർമ്മിക്കുന്നതാണ് ആണിനെയും പെണ്ണിനെയും എന്ന് ആർഗ്യൂ ചെയ്ത ആ പുസ്തകമാണ്. രണ്ട് ശരീരങ്ങളെ വ്യത്യസ്തമായി കാണാനും തോന്നലുകളെയും കാര്യങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന വലിയ ട്രാൻസ്ഫർമേഷൻസ് ഉണ്ടാക്കുന്ന അധികാര രൂപങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഒരേ സ്പീഷീസ് ആണെന്നും ഒക്കെ തരുന്ന സബ്ജക്റ്റായിട്ട് അത് മാറി.
വേറെ ഇതിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതാകവാഹകരായ ഒരു സബ്ജക്റ്റാണ് സുവോളജി എന്നുള്ളത്. ഈക്വാലിറ്റിയെക്കുറിച്ചിട്ട്, ഇക്വിറ്റിയെക്കുറിച്ചിട്ട് നമ്മളെല്ലാവരും ഒരേപോലെയാണ്. നമുക്കൊരു പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കാം. അധികാര ബന്ധങ്ങൾക്കകത്തല്ലാതെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരേപോലെയാണെന്നും എല്ലാവർക്കും ഒരേ വാല്യൂ ആണുള്ളതെന്നും ഉള്ള തരത്തിൽ ഒരു സമൂഹത്തെ മാറ്റിപ്പണിത വിഷയമാണ് സുവോളജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കണക്റ്റഡ് ആണെന്ന്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ, മൈക്രോബ്സും പ്ലാന്റ്സും ആനിമൽസും ബേഡ്സും റെപ്റ്റൈൽസും ആംഫിബിയൻസും എല്ലാം തന്നെ ഒരു വലിയ രീതിയിൽ കണക്റ്റഡ് ആണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ച, നമ്മളെ ബോധ്യപ്പെടുത്തിയ, അതിനുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ ഹാജരാക്കിയ വിഷയത്തെയാണ് നമ്മൾ സുവോളജി എന്ന് വിളിക്കുന്നത്. താങ്ക് യു.